ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിലെ എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ജോഗ്രഫിയിലെ പുതിയൊരു സിലബസ് ആണ് പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കറിയാം കാർഷിക മേഖല, കേരളത്തിലെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കേരളത്തിൽ തന്നെ വെറൈറ്റി ഒരുപാട് കൃഷി രീതികളുണ്ട് അല്ലെ. അപ്പൊ ആ കൃഷി രീതികളെല്ലാം പറയണം. നമ്മുടെ വിളകളുണ്ട്, ക്രോപ്സുകൾ, പ്രധാനപ്പെട്ട കാർഷിക വിളകൾ പറയണം. വിളകൾ പറയുമ്പോൾ വിളകളുടെ സങ്കരയിനങ്ങൾ മസ്റ്റാണ്. സങ്കരയിനങ്ങളെല്ലാം PSC ചോദിക്കുന്നുണ്ട്. പിന്നെ അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അത് മാത്രമല്ല കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ GIT ഭൗമസൂചിക പദവി എന്ന് പറയും, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് പറയേണ്ടി വരും. വ്യക്തമല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾക്ക് കുറച്ച് പഴയ നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് അതായത് കാർഷിക മേഖലയിൽ നിന്ന് PSC ചോദിച്ച പ്രീവിയസ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ച് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, കേരളത്തിലെ പ്രധാന ഖാരിഫ് വിള, ഇതൊക്കെ നമുക്ക് സീസൺ വെച്ച് നമ്മൾ പഠിക്കും. അപ്പോ ഇതെല്ലാം കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതെല്ലാം കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർഷിക മേഖലയുടെ ക്ലാസ്സിലോട്ട് പോകും. ആദ്യം നമ്മൾ തന്നെ കാർഷിക മേഖല പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് ഒരു കൃഷി വകുപ്പ് വരണം അല്ലെ. അതായത് തിരുവിതാംകൂറിൽ കൃഷി വകുപ്പ് ആരംഭിക്കുന്നത് 1908 മെയ് 27-നാണ്. തിരുവിതാംകൂർ കൃഷി വകുപ്പ് വരുന്നത് 1908 മെയ് 27-നാണ്. ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ട്രാവൻകൂറിൽ ആദ്യമായി ഒരു അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കൃഷി വകുപ്പ് തന്നെ വരുന്നത്. ഇനി നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ഡയറക്ടർ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ആദ്യത്തെ ഡയറക്ടർ ഡോക്ടർ എൻ കുഞ്ഞൻപിള്ള സാറായിരുന്നു. അതായത് ഡോക്ടർ എൻ കുഞ്ഞൻപിള്ള സാറായിരുന്നു ആദ്യത്തെ ഡയറക്ടർ. അഗ്രികൾച്ചർ വകുപ്പിന്റെ ആദ്യത്തെ ഡയറക്ടർ ആണെന്ന് ചോദിച്ചാൽ കുഞ്ഞൻപിള്ള സാറാണ്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ കൃഷിഭവൻ എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തിച്ചു തുടങ്ങിയത് 1987 മുതൽ കൃഷിഭവൻ എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തിച്ചു തുടങ്ങി. ഇനി നമുക്ക് ഈ നമ്മുടെ വിളകളുടെ അടിസ്ഥാനത്തിൽ, അതായത് വിളകളുടെ ക്രമീകരണം അനുസരിച്ച് നമുക്കറിയാം ഭക്ഷ്യവിളകളുണ്ട്, ധാന്യവിളകളുണ്ട്. ഭക്ഷ്യധാന്യ വിളകൾ തന്നെയാണ് ഭക്ഷ്യവിളകളിൽ വരുന്നത്. പിന്നെ അല്ലാതെ തോട്ടവിളകളുമുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ ഭക്ഷ്യധാന്യ വിളകൾ വരുന്നതാണ് സിറിൽസ്, മില്ലറ്റ്സ്, വെജിറ്റബിൾസ്. അതായത് നമുക്കറിയാം ഇപ്പൊ നെല്ല്, ഗോതമ്പ്, അതുപോലെ ധാന്യങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇതെല്ലാം നമുക്കറിയാം ഇതിൽ വരുന്നതാണ്, ഫുഡ് ക്രോപ്സിൽ വരുന്നതാണ്. തോട്ടവിളകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്, പ്ലാന്റേഷൻ ക്രോപ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് റബ്ബർ എന്ന് പറയുന്നത്. വ്യക്തമല്ലേ? ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഈ കാലയളവ് അല്ലെങ്കിൽ ആയുസ്, നമുക്ക് കാലയളവ്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളകളെ രണ്ടായിട്ട് വീണ്ടും തിരിക്കുന്നു. ആ രണ്ടായിട്ട് ഇപ്പൊ സീസണൽ വിളകൾ എന്ന് പറയും, സീസണൽ ആൻഡ് ആനുവൽ ക്രോപ്സ്. സീസണൽ ക്രോപ്സ് അതായത് പാഡി, ഇപ്പൊ നമ്മൾ സീസണൽ നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ചെയ്യുന്നതാണ് സീസണൽ വിളകൾ എന്ന് പറയുന്നത്. അതായത് പാഡി, പൾസസ്, ഇപ്പൊ മരച്ചീനി, ടപ്പിയോക്ക, ഇതെല്ലാം നമ്മുടെ ഇതിന്റെ അകത്ത് വരുന്നതാണ്. നമ്മുടെ ബനാന, നമ്മുടെ പ്ലാന്റിനിലെ വാഴ, ബനാന, ഷുഗർ കെൻ, കരിമ്പ്, ഇതെല്ലാം പ്ലാന്റേഷൻ ക്രോപ്സിന്റെ അകത്തും വരുന്നതാണ്. ഇനി നമ്മുടെ അല്ലാതെ വരുന്നതാണ് നമ്മുടെ ഇപ്പൊ തെങ്ങ്, നമ്മളെ അടയ്ക്ക, ചക്ക, നമ്മളെ മാവ്, മാമ്പഴം, ഇതെല്ലാം മാമ്പഴം ഇപ്പൊ മാംഗോ ഒക്കെ സീസണലാണ്, നമുക്കറിയാലോ. അതുപോലെ തന്നെ ഒരു കാർഷിക മേഖല പഠിക്കുമ്പോൾ ഒരു ബേസിക് ഫാക്ട് എന്ന് പറഞ്ഞ കുറച്ച് ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് നമുക്കറിയാം കർഷക ദിനം, കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 അല്ലെ. കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1 തന്നെയാണ്. അതുപോലെ തന്നെ ദേശീയ കർഷക ദിനം ആചരിക്കുന്നത് ഡിസംബർ 23. ഡിസംബർ 23 എന്ന് പറയുന്നത് ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായ ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. നമ്മൾ ഡിസംബർ 23 ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. മറക്കരുത്, PSC ചോദിച്ചിട്ടുണ്ട് ആരുടെ ജന്മദിനമെന്ന്. ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗ്, ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് നമ്മൾ നമ്മുടെ ദേശീയ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരള കർഷക ദിനം ചിങ്ങം 1. നമ്മുടെ കേരളത്തിലെ കർഷക ദിനം ചിങ്ങം 1. ഇനി നമുക്കറിയാം നമ്മുടെ സുഗന്ധവ്യഞ്ജന, ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്നത് കേരളത്തിനെയാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്നത് ഇടുക്കിയാണ്. അപ്പൊ ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം കേരളമാണെങ്കിൽ കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം ഇടുക്കി തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ഉത്സവങ്ങളുണ്ട്. അതായത് നമുക്ക് വിളവെടുപ്പ് ഉത്സവവും വിളവിറക്കൽ ഉത്സവവും ഉണ്ട്. അതായത് നമ്മുടെ വിളവെടുപ്പ് ഉത്സവം എന്ന് പറയുന്നത് ദേശീയ ഉത്സവമായ ചിങ്ങമാണ്, SCRT-യിലുള്ളതാണ്. വിളവെടുപ്പ് ഉത്സവമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ ദേശീയ ഉത്സവമായ ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട്, നമ്മൾ നാഷണൽ ഫെസ്റ്റിവൽ ഓഫ് കേരള ഓണത്തിനെയാണ് നമ്മൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവലായിട്ട് ആചരിക്കുന്നത്, ചിങ്ങമാസം ഓർക്കുക. എന്നാൽ വിഷു എന്ന് പറയുന്നത് വിളവിറക്കലാണ്. ഈ വിളവിറക്കലുമായിട്ട് ബന്ധപ്പെട്ട്
നമ്മൾ വിളവിറക്കുമ്പോൾ കർഷകർ ഭൂമി ദേവിയോട് അനുവാദം ചോദിച്ചിട്ടാണ് വിളവിറക്കുന്നത്. അതിനൊരു ചടങ്ങുണ്ട്. അതിന് പറയുന്ന പേരാണ് ചാലിടൽ എന്ന് പറയും. എന്താണ് ചാലിടൽ? മറക്കരുത്. അതായത് നമ്മുടെ എന്താണ് ഫാർമേഴ്സ്, കർഷകര് വിഷു ദിനത്തിൽ നമ്മുടെ ഭൂമി ദേവിയോട് അനുവാദം ചോദിച്ച് ചെയ്യുന്ന ആ ഒരു ചടങ്ങാണ് ചാലിടൽ എന്ന് പറയുന്നത്. വ്യക്തമല്ലേ? അതിൽ നമ്മൾ എടുത്തു പറഞ്ഞു കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്ന് വിളിക്കുന്ന ജില്ല ഇടുക്കിയാണെന്ന് പറഞ്ഞു. നമുക്ക് ഒരുപാട് കാർഷിക വിളകൾ പഠിക്കാറുണ്ട്. ഇപ്പൊ നെല്ല്, വാഴ, അതുപോലെ തന്നെ ചോളം, നമ്മളെ റബ്ബർ, തെങ്ങ്, കോഫി, നമ്മളെ എന്താണ് കുരുമുളക്, അടയ്ക്ക, തേയില, ഏലം, ഇതെല്ലാം നമുക്ക് ഒരുപാട് പ്രധാനപ്പെട്ട വിളകൾ തന്നെയാണ്. ദ ലാർജസ്റ്റ് പ്ലാന്റേഷൻ ക്രോപ്പ് ഇൻ കേരള, അതായത് ലാർജസ്റ്റ് പ്ലാന്റേഷൻ, ഏറ്റവും എന്ന് വെച്ചാൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തോട്ടവിള ഏതെന്ന് ചോദിച്ചാൽ റബ്ബർ തന്നെയാണ്. തോട്ടവിള കേട്ടോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തോട്ടവിള റബ്ബർ തന്നെയാണ്. തോട്ടവിള മറന്നു പോകരുത് കേട്ടോ. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള, കോക്കനട്ട് ഈസ് ദ ലാർജസ്റ്റ് ക്യാഷ് ക്രോപ്പ് ആണ്. നാണ്യവിളയാണ് കോക്കനട്ട്. മറക്കരുത്. നാണ്യവിള തെങ്ങാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള തെങ്ങും, ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന തോട്ടവിള നമ്മുടെ റബ്ബറുമാണ്. വ്യക്തമല്ലേ? എന്നാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൃഷി ചെയ്യുന്ന എന്താണ് കിഴങ്ങ് വിള മരച്ചീനി തന്നെയാണ്. ടപ്പിയോക്ക തന്നെയാണ്. കിഴങ്ങ് വിള മരച്ചീനി തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യ വിള നമ്മുടെ നെല്ല് തന്നെയാണ്. ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യ വിള നെല്ല് തന്നെയാണ്. മറക്കരുത്. വ്യക്തമല്ലേ? ഇനി നമ്മുടെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ആസ്ഥാനം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മൾ ഈ പഠിക്കുന്ന കാർഷിക മേഖലയിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, കാർഷിക സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ആസ്ഥാനം ഇരിക്കുന്നത് വെള്ളാനിക്കരയിലുമുണ്ട്, മണ്ണുത്തിയിലുമുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കാർഷിക സർവകലാശാല PSC വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. എന്നാൽ കാർഷിക കോളേജ് മണ്ണുത്തിയിലും ഉണ്ടെന്ന് ഓർക്കുക. വ്യക്തമല്ലേ? അപ്പൊ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി രണ്ടിടത്തുണ്ട്. ഒന്ന് മെയിൻ സർവകലാശാല വെള്ളാനിക്കരയും കോളേജ് ഇരിക്കുന്നത് മണ്ണുത്തി, രണ്ടും തൃശ്ശൂരാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ പാലക്കാട് നെല്ലിയാമ്പതി എന്ന് പറയുന്നത് നമുക്കറിയാം ഓറഞ്ച് കൾട്ടിവേഷൻ, അതായത് ഓറഞ്ച് കൃഷിക്ക് ഏറ്റവും കൂടുതൽ നെല്ലിയാമ്പതി ഓറഞ്ച് കൃഷിക്ക് ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരു ജില്ല തന്നെയാണ് പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി എന്ന് ഓർക്കണം കേട്ടോ. അതുപോലെ തന്നെ പാലക്കാട് മാമ്പഴ ഗ്രാമമുണ്ട്, മാംഗോ സിറ്റി. മാമ്പഴം ഏറ്റവും കൂടുതൽ, പ്ലേസ് നോൺ ആസ് മാംഗോ സിറ്റി, മാമ്പഴ ഗ്രാമം എന്നാണ് ആ സ്ഥലത്തിനെ വിളിക്കുന്നത്. അതും പാലക്കാട് മുതലമടയാണ്. മറക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മളിപ്പോ കാർഷിക മേഖലയായിട്ട് പഠിക്കുമ്പോൾ കുറച്ച് പറയുന്ന ബേസിക് ഫാക്ടുകളാണ് ഈ പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ നെൽക്കിണ്ണം അല്ലെങ്കിൽ അരിക്കിണ്ണം, റൈസ് ബൗൾ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാട് തന്നെയാണ്. ഏതാണ്? പാലക്കാട് തന്നെയാണ്. മറന്നേ പോവരുത്. ആദ്യമായിട്ട് സമ്പൂർണ്ണമായിട്ടും ജൈവ വൈവിധ്യ വില്ലേജ് ആയിട്ട് പ്രഖ്യാപിച്ചത് ഉടുമ്പന്നൂർ വില്ലേജിനാണ്. ഉടുമ്പന്നൂർ ഈസ് ദ ഫസ്റ്റ്, ഇടുക്കിയിലെ ഉടുമ്പന്നൂർ വില്ലേജ് ആണ് ഇസ് ദ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് വില്ലേജ് ഇൻ കേരള. ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ വൈവിധ്യ ഗ്രാമപഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് ഇടുക്കിയിലെ ഉടുമ്പന്നൂരാണ്. അതുപോലെ തന്നെ കൊല്ലത്തിന് എന്താണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താണ്? എള്ള്. PSC ചോദിച്ചാണ്. ഏറ്റവും കൂടുതൽ കൊല്ലം ഇസ് ദ ലാർജസ്റ്റ് സീസെയിം പ്രൊഡ്യൂസിംഗ് ഡിസ്ട്രിക്ട് ഇൻ കേരള. സീസെയിം എന്ന് പറഞ്ഞാൽ എള്ള്. ഏറ്റവും കൂടുതൽ എള്ള് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഏറ്റവും കൂടുതൽ എള്ള് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല അത് നമ്മുടെ കൊല്ലം തന്നെയാണ്. ദ ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് വെജിറ്റബിൾ പഞ്ചായത്തിൻ കഞ്ഞിക്കുഴി, അതായത് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്താണ്. ഓർഗാനിക് വെജിറ്റബിൾ പഞ്ചായത്താണ് കേട്ടോ. ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്തായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുത്തത് നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ്. മറക്കരുത്. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത്. നമ്മൾ നേരത്തെ ഒരു ഉടുമ്പന്നൂർ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ വൈവിധ്യ അല്ലെ, ഓർഗാനിക് വില്ലേജ് ആണ്. ജൈവ വൈവിധ്യ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്താണ്. മറ്റേത് കണ്ടോ, പച്ചക്കറി ജൈവവൈദ്യ പഞ്ചായത്താണ്. പച്ചക്കറി പഞ്ചായത്തായിട്ട് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പച്ചക്കറി വന്നാൽ കഞ്ഞിക്കുഴിയാണ്. കേരളാസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് ക്രോപ്പ് ഇൻഷുറൻസ് ഉണ്ട്. ഫസ്റ്റ് ക്രോപ്പ് ഇൻഷുറൻസ് എവിടെയെന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. എവിടെയാണ്? കാസർഗോഡ്. അതുപോലെ തന്നെ പാലക്കാട് ഇസ് ദ മോസ്റ്റ് റൈസ് പ്രൊഡ്യൂസിംഗ് ഡിസ്ട്രിക്ട് ഇൻ കേരള. വളരെ ശരിയാണ്. അതായത് പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ പാലക്കാട് തന്നെയാണ്. കേരളത്തിൽ നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് വെള്ളാനിക്കര, തൃശ്ശൂർ. നമ്മൾ പറഞ്ഞില്ലേ കേരളത്തിലെ കാർഷിക സർവകലാശാല വെള്ളാനിക്കര തൃശ്ശൂർ ഉണ്ടെന്ന്. കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഈസ് ലൊക്കേറ്റഡ് വെള്ളാനിക്കരയാണ്, തൃശ്ശൂർ. നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ലുൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല അല്ലെങ്കിൽ റൈസ് ബൗൾ എന്നറിയപ്പെടുന്ന അരിക്കിണ്ണം, നെൽക്കിണ്ണം, നെല്ലറ എന്നൊക്കെ ചോദിച്ച ജില്ല പാലക്കാട് തന്നെയാണ്, സംശയമേ ഇല്ല. എന്നാൽ പ്രദേശം ചോദിച്ചാൽ കുട്ടനാട് കേട്ടോ. കേരളത്തിന്റെ നെൽക്കിണ്ണം എന്നറിയപ്പെടുന്ന പ്രദേശം അല്ലെങ്കിൽ
എന്താണ് അരിക്കിണം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം, പ്ലേസ് ചോദിച്ചാൽ നമ്മൾ കുട്ടനാട്. കാരണം കുട്ടനാട് ഈസ് നോൺ ആസ് കേരളാസ് നെതർലൻഡ്. കേരളത്തിന്റെ നെതർലൻഡ്, ഹോളണ്ട് എന്നൊക്കെ വിളിക്കുന്നത് കുട്ടനാടിനെയാണ്. കുട്ടനാട് എന്ന് പറയുന്നത് ഒരു സംഭരണശാലയാണ്. മറക്കരുത്, കുട്ടനാട് എന്ന് പറയുന്നത് സംഭരണശാല എന്നൊക്കെയാണ്. അതായത് കേരളത്തിന്റെ സംഭരണശാല എന്നൊക്കെ വിളിക്കുന്നത് കുട്ടനാടിനെ തന്നെയാണ്. ഇനി അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് സമിതി എന്ന് പറയും. അത് നമ്മുടെ വെൺപാലവട്ടത്താണ്, തിരുവനന്തപുരം വെൺപാലവട്ടത്ത് കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ് സമിതി. സമിതി എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതായത് സ്റ്റേറ്റ് അഗ്രികൾച്ചർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് എക്സ്റ്റൻഷൻ, ശ്രദ്ധിക്കുക, സമിതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ, കണ്ടോ, എസ് സ്റ്റേറ്റ്, എ അഗ്രികൾച്ചർ, മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ, ഈ എക്സ്റ്റൻഷൻ, ടി ട്രെയിനിങ്, ഐ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് സമിതി. അത് എവിടെയും ചോദിച്ചാൽ വെൺപാലവട്ടം തിരുവനന്തപുരത്താണ്. വെൺപാലവട്ടം തിരുവനന്തപുരം. നമ്മുടെ ഇടുക്കി നമ്മൾ പറഞ്ഞു, ഇടുക്കി ഈസ് ദ ഓൺലി ഗാർലിക് പ്രൊഡ്യൂസിംഗ് ഡിസ്ട്രിക്ട് ഇൻ കേരള. നമുക്കറിയാം ഇടുക്കി കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നാണ് നമ്മൾ വിളിച്ചത്. മാത്രമല്ല ഇടുക്കിയാണ് കേരളത്തിൽ ഏക നമ്മുടെ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നമ്മുടെ ഇടുക്കിയാണ്. ഇടുക്കിയാണ് നമ്മൾ കേരളത്തിലെ വെളുത്തുള്ളി ഗ്രാമം എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇടുക്കിയിലെ വട്ടവട എന്ന സ്ഥലമാണ്, ഓർത്തോണേ, വട്ടവട. അപ്പൊ ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല നമ്മുടെ ഇടുക്കി തന്നെയാണ്. വെളുത്തുള്ളി ഗ്രാമം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വട്ടവട, ഇടുക്കിയാണ്. വ്യക്തമല്ലേ? അതുപോലെ തന്നെ നമ്മൾ കേരളത്തിന്റെ നെല്ലറ എന്നൊക്കെ നേരത്തെ പറഞ്ഞു അല്ലെ. അതുപോലെ തിരുവിതാംകൂറിന്റെ നെല്ലറയുണ്ട്, നാഞ്ചിനാട്. ദ ഏരിയ നോൺ ആസ് നെല്ലറ ഓഫ് ട്രാവൻകൂർ എന്ന് ചോദിച്ചാൽ അത് നാഞ്ചിനാടാണ്. നാഞ്ചിനാട്, ട്രാവൻകൂറിന്റെ, തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാടാണ്. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ഓർഗാനിക് ഫാമിംഗിന്റെ, നമ്മുടെ കേരളത്തിലെ ഓർഗാനിക് ഫാമിംഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മഞ്ജു വാര്യർ. മറക്കരുത്, മഞ്ജു വാര്യറാണ് നമ്മുടെ കേരളത്തിലെ ഓർഗാനിക് ഫാമിംഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള ഓർഗാനിക് ഫാമിംഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യറാണ്. കേരള ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യ ടു പ്രൊവൈഡ് പെൻഷൻ ഫോർ ഫാമേഴ്സ്. കർഷകർക്ക് ആദ്യമായി പെൻഷൻ അനുവദിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ്, മറന്നേ പോകരുത്. An organization that encourages people to farm under the leadership of the government to reclaim the agricultural tradition of Kerala. Vegetable and Fruit Promotion Council of Kerala. അതായത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയാണ് എന്താണ് നമ്മുടെ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്നത്. അത് നമ്മുടെ എന്താണ് ഒരു സ്ഥാപനമാണ് എന്ത് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരെ, ഫാം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗവൺമെന്റ്. അതായത് പഴം, പച്ചക്കറി എന്നീ മേഖലയിലെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളം എന്ന് പറയുന്നത്. വ്യക്തമല്ലേ? ഓർത്തോണേ. അപ്പം ഇനി അടുത്തത് നമ്മുടെ ഇത് കണ്ടോ, അവരുടെ എന്താണ് നമ്മൾ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്താണ്, എ ഗവൺമെന്റ് ബോഡി വർക്കിംഗ് വിത്ത് ദ എയിം ഓഫ് പ്രിപ്പയറിംഗ് ഓഫ് നെസസറി പ്ലാനിംഗ് സ്കീംസ് ആൻഡ് അഗ്രികൾച്ചറൽ സെൻസസ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ സെക്ടർ ഇൻ ദ സ്റ്റേറ്റ്. അതായത് അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ അഗ്രികൾച്ചറിൽ എന്താണ് പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇപ്പം ആവശ്യങ്ങളും അതിന്റെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട വരുന്ന വികസനങ്ങളുടെ എല്ലാ സെക്ടറും വരുന്ന അഗ്രികൾച്ചറിന്റെ കാർഷിക മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു മേഖല തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ കാർഷിക വിളകൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് നെല്ലാണ്, റൈസാണ്, നെല്ലിനെ കുറിച്ചാണ്. അതായത് നെല്ലെന്ന് പറയുമ്പോഴേ നമുക്കറിയാലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിള എന്ന് ചോദിച്ചാലും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ മെയിൻ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യ കാർഷിക വിള എന്നൊക്കെ ചോദിച്ചാൽ നെല്ല് തന്നെയാണ്. ആ നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സെറ്റൈവ. ഒരു ഏഷ്യൻ റൈസ് വെറൈറ്റി നെല്ലാണ് നമ്മുടെ ഒറൈസ സെറ്റൈവ എന്ന് പറയുന്നത് നെല്ലിന്റെ ശാസ്ത്രീയ നാമമാണ്. അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ റൈസ് വെറൈറ്റി ഉണ്ട്, അത് ഒറൈസ ഗ്ലാബറിമ ആണ് കേട്ടോ. ഒറൈസ ഗ്ലാബറിമ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ റൈസ് വെറൈറ്റിയിലുള്ള നെല്ലാണ്, ഓർക്കുക. ഇനി നമ്മള് ഏകദേശം നമുക്കൊരു നെല്ല് വളരണമെങ്കിൽ എത്രയാണ് നെല്ലിന്റെ എന്താണ് മഴ ആവശ്യമെന്ന് ചോദിച്ചാൽ, ഒരു നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ എന്ന് പറയുന്നത് 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ വേണം. 125 to 150 സെന്റിമീറ്റർ തന്നിരിക്കുന്നെങ്കിലും ഒരു നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ എന്ന് പറയുന്നത് 180 സെന്റിമീറ്ററിന് മുകളിൽ മഴ നെല്ലിന് വളരാൻ വേണം. അതുപോലെ തന്നെ ഒരു നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില, കറക്റ്റ് താപനില 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില വേണം. മറന്നു പോകരുത്. 24 ഡിഗ്രി, അതായത് 20 to 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നാലും കറക്റ്റ് ആപ്റ്റായിട്ട് എത്ര താപനില വേണം? 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഒരു നെല്ല് വളരണമെങ്കിൽ താപനില വേണം. ആ നെല്ല് വളരുന്ന മണ്ണിന്റെ
ആ നെല്ല് വളരുന്ന മണ്ണിന്റെ pH മൂല്യം എത്രയായിരിക്കണം? അതായത് pH വാല്യൂ, നെല്ല് വളരണമെങ്കിൽ ആ മണ്ണിന് എത്ര pH വാല്യൂ ഉണ്ടായിരിക്കണം വെച്ചാൽ 6.5-നും 7.5-നും ഇടയിൽ pH വാല്യൂ വേണം. അപ്പോൾ ഒരു നെൽകൃഷിക്ക് അനുയോജ്യമായ മഴ 150 സെന്റിമീറ്ററിന് മുകളിൽ മഴ വേണമെന്ന് പറഞ്ഞു. നെല്ലിന് അനുയോജ്യമായ താപനില ഞാൻ പറഞ്ഞു എത്ര, നമ്മുടെ 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില മസ്റ്റായിട്ട് വേണം. ആ നെൽകൃഷിയുടെ മണ്ണിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 6.5 ടു 7.5 ഇടയിൽ pH വാല്യൂ വേണം മണ്ണിന്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറഞ്ഞു, ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ്. മുമ്പ് ചൈനയായിരുന്നു. ഇപ്പൊ നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നമ്മളെ ഇന്ത്യ കയറി. ഉപയോഗത്തിലും മുന്നിൽ ഇന്ത്യ തന്നെയാണ്. മുമ്പ് ഉൽപാദനത്തിൽ ചൈനയും ഉപയോഗത്തിൽ ഇന്ത്യയുമായിരുന്നു. എന്നാൽ ഇന്ന് ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ഉപയോഗത്തിലും ഇന്ത്യ തന്നെയാണ്. അതുപോലെ തന്നെ നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നമ്മൾ ഖാരിഫ് വിളയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ സീസേം, എള്ള് ഖാരിഫാണ്, പരുത്തി ഖാരിഫാണ്, നെല്ല് ഖാരിഫാണ്. ഖാരിഫ് എന്താണെന്ന് നമ്മൾ പറയും. അപ്പം നമ്മളെ അടുത്തത് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല പാലക്കാട് തന്നെയാണെന്ന് പറഞ്ഞു. 2ാം സ്ഥാനം നമ്മുടെ ആലപ്പുഴയാണ്. എന്നാൽ നെല്ല് ഉൽപാദന ക്ഷമതയിൽ മുന്നിൽ തൃശ്ശൂരാണ് കേട്ടോ. അതായത് നെല്ല് ഉൽപാദനത്തിൽ മുന്നിൽ പാലക്കാടാണെങ്കിലും ഉൽപാദനത്തിൽ 2ാം സ്ഥാനം ആലപ്പുഴയാണെങ്കിലും ഉൽപാദന ക്ഷമതയിൽ മുന്നിൽ തൃശ്ശൂരാണ് കേട്ടോ. നെല്ല് ഉൽപാദന ക്ഷമതയിൽ മുന്നിൽ തൃശ്ശൂരാണ്. നെല്ല് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം പാലക്കാട്, 2ാം സ്ഥാനം ആലപ്പുഴ, 3ാം സ്ഥാനം തൃശ്ശൂര്, 4ാം സ്ഥാനം മലപ്പുറം. ഇങ്ങനെയാണ് നിൽക്കുന്നത് കേരളത്തിൽ. നെല്ല് ഉൽപാദനത്തിൽ ഒന്നുകൂടെ ഞാൻ പറയാം, 1ാം സ്ഥാനം പാലക്കാട്, 2ാം സ്ഥാനം ആലപ്പുഴ, 3ാം സ്ഥാനം തൃശ്ശൂര്, 4ാം സ്ഥാനം മലപ്പുറമാണ്. ഇനി നമുക്ക് ഏറ്റവും കുറച്ച് നെല്ല് എവിടെയായിരിക്കും? ഇടുക്കിയിലാണ്. കാരണം ഇടുക്കി സ്പൈസസിന്റെ കേന്ദ്രമാണ് അല്ലെ, സുഗന്ധവ്യഞ്ജന തോട്ടമാണ് ഇടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ നെല്ല് ഉൽപാദനം കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്, മറക്കരുത്. നമ്മൾ എടുത്തു പറഞ്ഞു കേരളത്തിന്റെ നെൽക്കിണ്ണം അല്ലെങ്കിൽ അരിക്കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്ന, റൈസ് ബൗൾ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല നമ്മുടെ പാലക്കാടാണ്. പ്രദേശം കുട്ടനാടാണ്. എന്നാൽ ഇന്ത്യയുടെ റൈസ് ബൗൾ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. കാരണം ഇന്ത്യയുടെ അരിക്കിണ്ണം, നെൽക്കിണ്ണം എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഞാൻ എടുത്തു പറഞ്ഞു കേരളത്തിൽ നെൽക്കിണ്ണം അല്ലെങ്കിൽ അരിക്കിണ്ണം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം നമ്മുടെ കുട്ടനാടാണെന്ന് പറഞ്ഞു. വ്യക്തമല്ലേ? അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറഞ്ഞു കേരളത്തിന്റെ, നമുക്കറിയാം നെതർലാൻഡ്, ഹോളണ്ട് എന്നൊക്കെ വിളിക്കുന്നത് കുട്ടനാടിനെയാണ്. നമ്മുടെ പമ്പയുടെ ദാനം കുട്ടനാടാണ്. സംഭരണശാല കുട്ടനാട്, കേരളത്തിന്റെ സ്റ്റോറേജ് ഷെഡ് എന്നൊക്കെ കേരളത്തിനെ വിളിക്കുന്നത് കുട്ടനാടിനെയാണ്. കേരളത്തിലെ ഇനി അപ്പൊ ഇത്രയും നമ്മൾ കേരളത്തിന്റെ സംഭരണശാലയൊക്കെ നമ്മുടെ കുട്ടനാട് തന്നെയാണ്. എന്നാൽ കേരളത്തിന്റെ പുത്തൻ നെല്ലറ പാലക്കാട് ചിറ്റൂരാണ്. കേരളത്തിന്റെ പുത്തൻ നെല്ലറ എന്ന് വിളിക്കുന്നത് പാലക്കാട് ചിറ്റൂര് തന്നെയാണ് പുത്തൻ നെല്ലറ. ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല നടക്കുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ്. ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല എന്ന് പറയുന്നത് തിരുവാതിര ഞാറ്റുവേല തന്നെയാണ്, മറക്കരുത്. അതുപോലെ തന്നെ മിഥുനത്താണ് തിരുവാതിര ഞാറ്റുവേല. മിഥുന മാസത്തിലെ തിരുവാതിര ഓർക്കുക. തിരുവാതിര ഞാറ്റുവേല മിഥുന മാസം. വ്യക്തമല്ലേ? ക്ലിയർ അല്ലേ? ഇനി പ്രധാനപ്പെട്ട റൈസ് റിസർച്ച് സെന്റേഴ്സുകൾ, അതായത് നെല്ലിന്റെ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും കേരളത്തിൽ 4 അതിൽ ഏറ്റവും കൂടുതൽ നമുക്കറിയാം പാലക്കാട് ആയതുകൊണ്ട് പട്ടാമ്പിയിൽ ഒരെണ്ണമുണ്ട്. പട്ടാമ്പി പാലക്കാട് നെല്ല് ഗവേഷണ കേന്ദ്രമാണ്. 2ാം സ്ഥാനം ആലപ്പുഴ നിൽക്കുമല്ലേ? ആലപ്പുഴയിലെ മങ്കൊമ്പ്. പക്ഷെ ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. MS സ്വാമിനാഥന്റെ പേരിലാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് സെന്റർ ആണ് കേട്ടോ. ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് സെന്റർ എന്ന് ഇപ്പൊ അറിയപ്പെടുന്നത് നമ്മുടെ മങ്കൊമ്പ് തന്നെയാണ്. മങ്കൊമ്പ് ആലപ്പുഴ. കായംകുളം ആലപ്പുഴയിലുണ്ട് നമ്മുടെ റിസർച്ച് ഉണ്ട്, റൈസിന്റെ റിസർച്ച് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റില എറണാകുളത്തും ഉണ്ട്. 4 നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. There are 3 main rice farming methods according to the climate of Kerala. അതായത് കേരളത്തിന്റെ കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് പ്രധാനപ്പെട്ട 3 തരം നെൽകൃഷി രീതികളുണ്ട്. ഇഷ്ടംപോലെ നെൽകൃഷി രീതികളുണ്ട്. കാലാവസ്ഥയ്ക്കനുസൃതമായി കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നെൽകൃഷി രീതികളുണ്ട്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നാണ് നമ്മൾ പഠിക്കുന്നത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അതായത് there are 3 main types of rice cultivation according to the climate of Kerala എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. വിരിപ്പ് കൃഷി, മുണ്ടകൻ കൃഷി, പുഞ്ച കൃഷി. അതിൽ വിരിപ്പ് എന്ന് പറഞ്ഞാലേ നമ്മുടെ മനസ്സിൽ വരണം ആദ്യം വരുന്ന കൃഷിയാണ്. അതായത്
ഇതിനെ വിളിക്കുന്നത് ആദ്യത്തെ വിളവ് അല്ലെങ്കിൽ ആദ്യത്തെ കൊയ്ത്ത് രീതി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്രോപ്പ്, ഖാരിഫ് വിള, ഫസ്റ്റ് എന്താണ് നമ്മുടെ ഓട്ടം ക്രോപ്പ്, ഖാരിഫ് വിള എന്നൊക്കെയാണ് നമ്മുടെ വിരിപ്പിനെ വിളിക്കുന്നത്. അതായത് ഒന്നാമത്തെ കൃഷി രീതി, ആദ്യത്തെ കൃഷി രീതിയുമാണ്, ആദ്യത്തെ കൊയ്ത്ത് രീതിയുമാണ്. അപ്പൊ ഒന്നാം വിള എന്ന് വിളിക്കുന്ന ഫസ്റ്റ് ക്രോപ്പ് അല്ലെങ്കിൽ ഒന്നാം വിള എന്ന് വിളിക്കുന്നത് വിരിപ്പ് കൃഷിയെ തന്നെയാണ്. ആദ്യത്തെ കൊയ്ത്ത് രീതി എന്ന് വിളിക്കുന്നതും വിരിപ്പ് കൃഷിയെ തന്നെയാണ്. നമുക്ക് ആവശ്യമായിട്ട് മഴ വേണം, മഴയ്ക്ക് അനുസൃതമായിട്ട് ചെയ്യുന്ന ഒരു കൃഷി തന്നെയാണ് നമ്മുടെ ഒന്നാം വിള എന്ന് വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ വിളവിറക്കുന്നത് ഏപ്രിൽ മെയിലാണ്. ഏപ്രിൽ മെയിൽ വിളവിറക്കി നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബറിൽ വിള കൊയ്യുന്ന കാലമാണ് വിരിപ്പ് കാലം എന്ന് പറയുന്നത്. അതായത് ഏപ്രിൽ മെയിൽ വിളവിറക്കിക്കോണം. നമ്മൾ വിത്തിടുന്നത് ഏപ്രിൽ മെയിലാണ്, നമ്മൾ വിള കൊയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറോടെ ഈ ഒരു കൃഷി തീരും. വ്യക്തമല്ലേ? ഇതിനെ വിളിക്കുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് വിളിക്കുന്നു. നമ്മുടെ ശരത്കാല വിളകൾ, ഓട്ടം സീസൺ, അതായത് ഓട്ടം ക്രോപ്പ്, ശരത്കാല വിളകൾ എന്ന് വിളിക്കുന്നു, ഖാരിഫ് വിളകൾ എന്ന് വിളിക്കുന്നു, ഒന്നാം വിള എന്ന് വിളിക്കുന്നു, ആദ്യത്തെ കൊയ്ത്ത് രീതി എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ വിരിപ്പ് കാലം തന്നെയാണ്. അടുത്ത മുണ്ടകൻ. മുണ്ടകൻ എന്ന് പറഞ്ഞാൽ രണ്ടാം വിള, രണ്ടാമത് ഇറക്കുന്നതാണ്. കണ്ടോ, രണ്ടാം വിള. അപ്പൊ മറ്റത് എപ്പോഴാണ് എടുത്തത്? സെപ്റ്റംബർ ഒക്ടോബറിൽ ഒന്നാം വിള എടുത്തല്ലോ, വിരിപ്പെടുത്തല്ലോ. അപ്പൊ രണ്ടാം വിളയായ മുണ്ടകൻ സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ വിളവിറക്കും. സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവിറക്കി രണ്ടാം വിളയായ മുണ്ടകൻ ആലോചിക്കുക, ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ നവംബർ മുതൽ നമുക്ക് തണുപ്പ് അല്ലെ, ശൈത്യകാലമാണ്. അതായത് ശീതകാല വിള എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് നമ്മൾ തണുപ്പ് സമയത്താണ്, വിന്റർ ക്രോപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ശീതകാല വിള, ശൈത്യകാല കൃഷി എന്നൊക്കെ ചോദിച്ചാൽ മുണ്ടകൻ തന്നെയാണ്, മറക്കുകയെ ചെയ്യരുത്. അപ്പൊ ഒന്നാം വിള നമ്മൾ നമ്മുടെ വിരിപ്പ് എന്നെടുത്തു സെപ്റ്റംബർ ഒക്ടോബറോട് എടുത്തു. അപ്പൊ രണ്ടാം വിളയായ മുണ്ടകൻ സെപ്റ്റംബർ ഒക്ടോബറിൽ നമ്മൾ ഇറക്കും, വിളവിറക്കി നേരെ നമ്മൾ എടുക്കുന്നത് തണുപ്പ് സമയത്താണ്, ഡിസംബർ ജനുവരിയിലൂടെ എടുത്തു തീർത്തോണം, ഡിസംബർ ജനുവരിയിൽ. അപ്പൊ ചോദ്യം, സെപ്റ്റംബർ ഒക്ടോബറിൽ വിളവിറക്കി ഡിസംബർ ജനുവരിയോടെ വിള കൊയ്യുന്ന കാലമാണ് നമ്മുടെ മുണ്ടകൻ കാലം എന്ന് വിളിക്കുന്നത്. മറന്നേ പോവരുത്. മുണ്ടകൻ കാലത്തിന് രണ്ടാം വിള എന്ന് ഞാൻ എടുത്തു പറഞ്ഞു, ശൈത്യകാല വിള എന്ന് ഞാൻ എടുത്തു വിളിച്ചു, റാബി വിളകൾ എന്നും വിളിക്കും. ഖാരിഫ് വിരിപ്പാണെങ്കിൽ മുണ്ടകൻ റാബിയാണ്. വ്യക്തമല്ലേ? തീർന്നില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മുണ്ടകൻ കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപാദനം നടക്കുന്നത് മുണ്ടകൻ കാലത്തെ കൃഷി രീതിയിലാണ്. ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് റൈസ് പ്രൊഡക്ഷൻ ത്രൂ വിരിപ്പിലും മുണ്ടകനിലും മുന്നിൽ നിൽക്കുന്നത് പാലക്കാട് ജില്ല തന്നെയാണ്. മുണ്ടകനിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ വിരിപ്പിനും മുണ്ടകനും പേരുകെട്ട ജില്ല പാലക്കാടാണ്. വ്യക്തമല്ലേ? പാലക്കാടാണ്, മറന്നേ പോവരുത്. അടുത്തത് പുഞ്ചകൃഷിയാണ്. പുഞ്ചകൃഷി എന്ന് പറഞ്ഞാൽ വേനൽക്കാല ഒരു കൃഷിയാണ് പുഞ്ചകൃഷി എന്ന് പറയുന്നത്. കണ്ടോ, അപ്പം നമ്മള് മുണ്ടകൻ എന്ന് എടുത്തു, ഡിസംബർ ജനുവരിയോടെ എടുത്തു. അപ്പം ആ സമയത്ത് വിളവിറക്കണം. ഡിസംബർ ജനുവരിയിൽ വിളവിറക്കി വേനൽക്കാലല്ലേ, മാർച്ച് മുതൽ വേനൽ തുടങ്ങും. മാർച്ച് ഏപ്രിലോടെ വിള കൊയ്യുന്ന കാലമാണ് പുഞ്ചക്കാലം, വേനൽക്കാലം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഡിസംബർ ജനുവരിയോടെ വിളവിറക്കി മാർച്ച് ഏപ്രിലോടെ വിള കൊയ്യുന്ന കാലമാണ് നമ്മുടെ പുഞ്ചക്കാലം. പുഞ്ചക്കാലത്തിനെ മൂന്നാം വിള എന്ന് വിളിക്കുന്നു, വേനൽക്കാല വിള എന്ന് വിളിക്കുന്നു. ഇതെല്ലാം പുഞ്ചക്കാലം തന്നെയാണ്, മറന്നുപോകരുത്. സൈദ് വിള, എന്ത് വിള? സൈദ് വിള എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ സൈദ് വിള. അതായത് നമ്മൾ ഖാരിഫ് വിള വിരിപ്പ് പറഞ്ഞു അല്ലെ, റാബി വിള മുണ്ടകൻ പറഞ്ഞു. അപ്പൊ സൈദ് വിള പുഞ്ചക്കാലം തന്നെയാണ്. പുഞ്ചക്കാലത്തിന് പുഞ്ചകൃഷിക്ക് ഏറ്റവും ഫേമസ് ആയിട്ട് നിൽക്കുന്ന ജില്ല നമ്മുടെ ആലപ്പുഴ ജില്ല തന്നെയാണ്. ഇനി നമ്മൾ വെറൈറ്റി നെൽകൃഷി രീതികളാണ് പറയുന്നത്. പൊക്കാളി കൃഷി ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ള ഒരു കൃഷി രീതി തന്നെയാണ് പൊക്കാളി എന്ന് പറയുന്നത്. അതായത് പൊക്കാളി എന്ന് പറയുമ്പോൾ ആ പേരിലുണ്ട് ഒരാൾ പൊക്കത്തിൽ, കണ്ടോ, ഒരാൾ പൊക്കത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന നെൽകൃഷി രീതിയാണ് പൊക്കാളി എന്ന് പറയുന്നത്. ഹൈറ്റ്, ഒരാളുടെ പൊക്കത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ള, അതായത് ഒരാൾ പൊക്കത്തിൽ കൃഷി ചെയ്തെടുക്കുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ള നെല്ലിനം തന്നെയാണ് നമ്മുടെ പൊക്കാളി എന്ന് പറയുന്നത്. മറന്നേ പോകരുത് പൊക്കാളി. അതിൽ പൊക്കാളിക്ക് നമ്മുടെ എന്താണ് വെള്ളപ്പൊക്കത്തേക്ക് അതിജീവിക്കാൻ പറ്റും. കാരണം ഒരാൾ പൊക്കത്തിലാണല്ലോ ചെയ്യുന്നത്. കോൾ നിലങ്ങൾ സാധാരണ പൊക്കാളി കൃഷി ചെയ്യാറുണ്ട്. കോൾ നിലങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് താഴെ കിടക്കുന്ന പ്രദേശങ്ങൾ, വയൽ പ്രദേശങ്ങളാണ് കോൾ നിലങ്ങൾ. അപ്പൊ ഈ കോൾലാൻഡ് ഏരിയയിലൊക്കെ പൊക്കാളി കൃഷി ചെയ്യാറുണ്ട്. ഈ പൊക്കാളി എന്ന് പറയുമ്പോൾ ഒരാൾ പൊക്കത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ വെള്ളപ്പൊക്കത്തേക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു കൃഷി രീതി തന്നെയാണ് പൊക്കാളി കൃഷി എന്ന് വിളിക്കുന്നത്. കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഈ പൊക്കാളിയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പൊക്കാളിക്ക് ജിയോഗ്രഫിക്കൽ പദവി, നമ്മുടെ GIT ടാഗ് കിട്ടിയിട്ടുണ്ട് പൊക്കാളി, മറന്നേ പോകരുത്. പൊക്കാളിയെ PSC ഇടയ്ക്ക് ചോദിച്ചൊരു നല്ലൊരു ചോദ്യമാണ്, ക്ലെവർ മാൻസ് റൈസ്, സമർത്ഥനായ നെല്ല്, ബുദ്ധിമാന്റെ നെല്ല്. മറക്കരുത്, ക്ലെവർ മാൻസ് റൈസ് കേട്ടോ, ക്ലെവർ മാൻസ് റൈസ് അല്ലെങ്കിൽ സമർത്ഥനായ നെല്ല്.
അല്ലെങ്കിൽ ബുദ്ധിമാന്റെ നെല്ല് എന്നൊക്കെ ചോദിച്ചാൽ അത് പൊക്കാളി തന്നെയാണ്. വ്യക്തമല്ലേ? പൊക്കാളിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ പറഞ്ഞ പൊക്കാളി ഒരാൾ പൊക്കത്തിൽ വളർത്തിയെടുക്കുന്നു, നല്ല ഔഷധ ഗുണമുണ്ട്, ലവണ പ്രതിരോധ ശേഷിയുണ്ട്, വെള്ളപ്പൊക്കത്തെ അതിജീവിക്കുന്നു, പ്രോട്ടീൻ കണ്ടന്റ് എല്ലാം ഉണ്ട്. വ്യക്തമല്ലേ? ഇനി കോൾലാൻഡ്. കോൾലാൻഡ് നമ്മൾ പറഞ്ഞു, കോൾലാൻഡുകളിൽ കൃഷി ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു അല്ലെ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 0.5 മുതൽ 2.5 മീറ്റർ താഴെ കിടക്കുന്ന ഇതാണ് നമുക്കറിയാം കോൾലാൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ തൃശ്ശൂർ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെല്ലാം കോൾലാൻഡിന് ഫേമസ് ആണ്. തൃശ്ശൂർ മലപ്പുറം എല്ലാം നമ്മൾ കോൾലാൻഡ്, അതായത് കോൾ നിലങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ മലപ്പുറം ഒക്കെ കോൾ നിലങ്ങൾ പ്രസിദ്ധമാണ്. മറന്നേ പോരുത്. ഈ കോൾ നിലങ്ങളിൽ കൾട്ടിവേറ്റഡ് ഡ്യൂറിങ്, അതായത് ഡിസംബർ മെയ് ആണ് കോൾ നിലങ്ങളിൽ കൂടുതലും കൃഷികൾ ചെയ്തെടുക്കുന്നത്. വ്യക്തമല്ലേ? സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ കിടക്കുന്ന വയൽ പ്രദേശങ്ങൾ തന്നെയാണ് കോൾ നിലങ്ങൾ. കോൾ മീൻസ് ബമ്പർ ഈൽഡ് എന്നാണ് വിളിക്കുന്നത്. ബമ്പർ ഈൽഡ് കോൾ കേട്ടോ. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ കിടക്കുന്ന വയൽ പ്രദേശങ്ങളാണ്. 0.5 മീറ്ററിനും 2.5 മീറ്ററിനും താഴെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് കിടക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ മലപ്പുറം ഒക്കെ കോൾനിലത്തിന് വളരെ ഫേമസ് ആണെന്ന് ഞാൻ പറഞ്ഞു. വ്യക്തമല്ലേ? ഏകദേശം പറയാൻ കാരണം, ഏകദേശം നമ്മളെ ഈ 40% നെല്ല് കോൾനിലത്തിൽ നിന്നും ആണ് കിട്ടുന്നത്. 40% കേരളത്തിൽ നെല്ല്, അതായത് 100%-ൽ 40% നമ്മൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട് പ്രൊഡക്ഷൻ, നമ്മുടെ കോൾ നിലങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർ കോൾ നിലത്തിനൊക്കെ ഏറ്റവും വളരെ ഫേമസ് ആണ്. തൃശ്ശൂർ, ചാവക്കാട്, മുകുന്ദപുരം എന്നൊക്കെ പറയുന്നത് കോൾ നിലത്തിന് പേര് കേട്ടതാണ്. മലപ്പുറത്ത് പൊന്നാനി എന്ന് പറയുന്നതും വളരെ ഫേമസ് ആണ് കോൾ നിലത്തിന്. വ്യക്തമല്ലേ? കോൾ ലാൻഡ്, കോൾ ഫീൽഡുകൾ എന്ന് പറയുന്നത് ഏകദേശം 13,000 ഹെക്ടേഴ്സ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ, തൃശ്ശൂർ ജില്ലയിൽ 13,000 ഹെക്ടേഴ്സോളം കോൾ ലാൻഡ്, കോൾ ഭൂമി, കോൾ നിലങ്ങൾ ഉണ്ട്. വ്യക്തമല്ലേ? പറഞ്ഞേ പോകരുത്. അതുപോലെ തന്നെ തൃശ്ശൂരില് കോൾ നിലങ്ങള് കീച്ചേരിപ്പുഴ, കരുവന്നൂർ പുഴ മറക്കരുത്. നമ്മുടെ കോൾ ഫീൽഡ് ഇൻ തൃശ്ശൂർ ആർ ഫൗണ്ട് ബിറ്റ്വീൻ ഏതിന്റെയൊക്കെ തൃശ്ശൂരിലെ ഏതൊക്കെ നദികൾക്കിടയിലാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കീച്ചേരിപ്പുഴയും കരുവന്നൂർ പുഴയൊക്കെ തൃശ്ശൂരിലെ കോൾ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓർത്തോണേ. അതുപോലെ തന്നെ കോൾ ലാൻഡില് നമുക്കറിയാം ആസിഡ് സലൈൻ മണ്ണാണ്, അമ്ലത്വമുള്ള മണ്ണ് അല്ലെ. അത് ലവണത്വമുള്ള അമ്ല മണ്ണാണ്. അമ്ല സ്വഭാവമുള്ള ലവണത്വമുള്ള മണ്ണുണ്ട്. സോയിൽ, കോൾ ലാൻഡിന്റെ മണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പ് രസമുള്ള അമ്ല സ്വഭാവം കാണിക്കുന്ന മണ്ണിനങ്ങൾ തന്നെയാണ്. മറക്കേറ്റ് ചെയ്യരുത്. സോഡിയം ക്ലോറൈഡ്, ഉപ്പിന്റെ അംശം ഉണ്ടല്ലോ, സോഡിയം ക്ലോറൈഡ്, അയൺ, അലുമിനിയം, മാംഗനീസ് ആൻഡ് സൾഫർ ആർ ഫൗണ്ട് ഇൻ ദ സോയിൽ ഓഫ് കോൾ ഫീൽഡ്. കോൾ ലാൻഡുകളിൽ പൊതുവെ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ തന്നെയാണ്. സോഡിയം ക്ലോറൈഡ് കലർന്നിട്ടുണ്ട്, അയണിന്റെ അംശമുണ്ട്, അലുമിനിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, നമ്മുടെ സൾഫർ, ഇതെല്ലാം ഉള്ള ഒത്തിണങ്ങിയ മണ്ണ് തന്നെയാണ് കോൾ ലാൻഡുകളിൽ കാണപ്പെടുന്നത്. വ്യക്തമല്ലേ? ഇനി അടുത്തത്, അതായത് നമ്മുടെ മണ്ണുത്തി കാർഷിക കോളേജ് പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂർ കാർഷിക കോളേജ് മണ്ണുത്തി തൃശ്ശൂരിലെ അവരുടെ കോൾ ഫീൽഡിൽ അവര് പുറത്തിറക്കിയ പ്രധാനപ്പെട്ട കോൾ ലാൻഡിൽ ചെയ്ത മണ്ണാണ് KAU മനുരത്ന. KAU മനുരത്ന 90 മുതൽ 95 ദിവസത്തിനുള്ളിൽ KAU മനുരത്ന എന്ന കോൾ ലാൻഡിൽ തൃശ്ശൂർ മണ്ണുത്തി അഗ്രികൾച്ചറൽ കോളേജ് ഫോർ ദ കോൾ ഫീൽഡ് ഓഫ് തൃശ്ശൂർ മണ്ണുത്തി അവര് പുറത്തിറക്കിയതാണ് നമ്മുടെ KAU മനുരത്ന. കോൾ ലാൻഡ് ചെയ്ത നെല്ലിനമാണ്. 90-95 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ കഴിഞ്ഞ നെല്ലിനമാണ് തൃശ്ശൂർ കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത ആ പ്രധാനപ്പെട്ട കോൾ ലാൻഡ് ചെയ്ത വെറൈറ്റി നെല്ലിനമാണ് KAU മനുരത്ന. വ്യക്തമല്ലേ? കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്നത് തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ പൊതുവെ ചെയ്തെടുക്കുന്ന ഒരു നെൽകൃഷി തന്നെയാണ് കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. ആ കവുങ്ങിൻ പൂത്താല വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്തെടുക്കുന്നെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട്. PSC ചോദിച്ച ചോദ്യമാണ്. പ്രമേഹ രോഗികൾക്ക് ഔഷധമായി നിർദ്ദേശിക്കുന്ന നെല്ലിനം ഏതെന്ന് ചോദിച്ചാൽ കവുങ്ങിൻ പൂത്താലയാണ്. നമ്മുടെ മലരുണ്ടാക്കാൻ, മലരില്ലേ, നമ്മുടെ പൊരി മലർ, അവില് മലർ, പഫ്ഡ് റൈസ്, പോപ്ഡ് റൈസ് എന്നൊക്കെയാണ് മലറിനെ പറയുന്നത് ഇംഗ്ലീഷിൽ. മലർ, നമ്മുടെ അവില് മലർ, അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഔഷധ നെല്ലിനോ മെഡിസിനൽ പാഡിയൊക്കെയാണ് നമ്മുടെ കവുങ്ങിൻ പൂത്താല എന്ന് പറയുന്നത്. ഭൗമസൂചിക പദവി കവുങ്ങിൻ പൂത്താലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഡയബറ്റിക്സ് പേഷ്യന്റ് PSC എടുത്ത് ചോദിച്ചാണ്. കവുങ്ങിൻ പൂത്താല പാകമാകാൻ നമ്മൾ ഒരു 150-160 ഡേയ്സ് മതി. 150-160 ദിവസത്തിനുള്ളിൽ കവുങ്ങിൻ പൂത്താല മുണ്ടകൻ കൃഷിയിലൂടെയാണ് കവുങ്ങിൻ പൂത്താല പാകമാകുന്നത്. മുണ്ടകൻ കൃഷിയൊക്കെ അനുയോജ്യമാണ് കവുങ്ങിൻ പൂത്താലയ്ക്ക്. അടുത്ത നമുക്ക് നോക്കാം ഏഴോം PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു നെല്ലിനം തന്നെയാണ് ഏഴോം എന്ന് പറയുന്നത്. ലവണ പ്രതിരോധ ശേഷിയുള്ള, അതായത് ഉപ്പിന്റെ സാന്നിധ്യമുള്ള അല്ലെങ്കിൽ ഉപ്പിന്റെ അംശമുള്ള ലവണ പ്രതിരോധ ശേഷിയുള്ള
നമ്മുടെ കൈപ്പാട് നിലങ്ങളിൽ ചെയ്തു വരുന്നത് തന്നെയാണ് ഏഴോം എന്ന് പറഞ്ഞാൽ. കൈപ്പാടെന്ന് പറയുന്നത് ഉപ്പുമണ്ണാണ് കേട്ടോ. അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉപ്പുമണ്ണാണ് കൈപ്പാട് മണ്ണെന്ന് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ ഉപ്പുമണ്ണാണ് കൈപ്പാട് മണ്ണ്. അപ്പൊ അവിടെ ചെയ്യുന്ന ലവണ പ്രതിരോധ ശേഷിയുള്ള ഉപ്പിന്റെ അംശമുള്ള നെൽവിത്തിനം തന്നെയാണ് ഏഴോം. ഏഴോമിന് പല വകഭേദമുണ്ട്. ഏഴോം 1 ഉണ്ട്, ഏഴോം 2 ഉണ്ട്, ഏഴോം 3 ഉണ്ട്, ഏഴോം 4 ഉണ്ട്. മറന്നു പോകരുത്. അപ്പൊ ഇതെല്ലാം കൈപ്പാട് ഫീൽഡുകളിലാണ് ഏഴോം ചെയ്യുന്നത്. ഉപ്പിന്റെ അംശം വളരെ കൂടുതലുള്ള ഒരു നെല്ലിനം തന്നെയാണ് ഏഴോം എന്ന് പറയുന്നത്. അടുത്ത ഗോൾഡൻ റൈസ് ആണ്. കണ്ടോ, സുവർണ അരി എന്ന് നമ്മൾ പറയും. ഈ ഗോൾഡൻ റൈസിന് ഒരുപാട് ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. ഗോൾഡൻ റൈസ് അല്ലെങ്കിൽ മലയാളം സുവർണ അരി എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് വെറുതെ ഒരരിക്ക് നമ്മൾ ഗോൾഡൻ റൈസ് എന്നും അല്ലെങ്കിൽ സുവർണ അരി എന്നും പേര് കൊടുക്കില്ലല്ലോ. വൈറ്റമിൻ എ, അതായത് വിറ്റാമിൻ എൽ സമ്പുഷ്ടം എന്നാണ് PSC ചോദിച്ചത്. വൈറ്റമിൻ എൽ സമ്പുഷ്ടമായ നെല്ലിനം ഏതെന്ന് ചോദിച്ചാൽ ഗോൾഡൻ റൈസ് അല്ലെങ്കിൽ സുവർണ അരിയാണ്. വൈറ്റമിൻ എ അതിൽ കാണാൻ കാരണം അതിലൊരു പ്രത്യേക ഘടകം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാധാരണ അരിയിൽ കാണാതെ ഒരു പ്രത്യേക സംഭവം ഏതിലുണ്ട്? നമ്മുടെ ഗോൾഡൻ റൈസിലുണ്ട്. അതാണ് ബീറ്റാ കരോട്ടിൻ. ഏതാണ്? ബീറ്റാ കരോട്ടിന്റെ സാന്നിധ്യമുണ്ട്. വളരെ പ്രധാനമാണ്. അതായത് വൈറ്റമിൻ എൽ സമ്പുഷ്ടമാണ് നെല്ലിനമാണ് നമ്മുടെ ഗോൾഡൻ റൈസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെയൊക്കെയാണ് വികസിപ്പിച്ചത്. നമ്മുടെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചത്. ഇതിന്റെ കളർ തന്നെ യെല്ലോയിഷ് ഓറഞ്ച് അല്ലെങ്കിൽ ഗോൾഡൻ ഓറഞ്ച് ആണ്. യെല്ലോയിഷ് ഓറഞ്ച് അല്ലെങ്കിൽ ഗോൾഡൻ ഓറഞ്ച് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെയൊന്നും അല്ല, നമ്മുടെ മനില ഫിലിപ്പൈൻസ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയത് തന്നെയാണ് നമ്മുടെ ഈ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു, ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ബീറ്റാ കരോട്ടിനാണ്. അതുകൊണ്ട് തന്നെ പ്രോ വൈറ്റമിൻ എ എന്നാണ് ബീറ്റാ കരോട്ടിനെ വിളിക്കുന്നത്. കാരണം ഇതാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ എ ആയിട്ട് രൂപപ്പെടുന്നത്. അതായത് ബീറ്റാ കരോട്ടിന്റെ സാന്നിധ്യം അടങ്ങിയിരിക്കുന്നതാണ് സുവർണ അരി. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിനാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ എന്തായിട്ട് രൂപപ്പെടുന്നു? വൈറ്റമിൻ എ ആയിട്ട് രൂപപ്പെടുന്നു. വ്യക്തമല്ലേ? അടുത്തതാണ് ബസുമതി. കണ്ടോ, അരി കണ്ടോ, പിക്ചർ കണ്ടോ നിങ്ങൾ? നീളമുള്ള, സാധാരണ നമ്മളെ നെല്ലിനെ കാട്ടി അല്ലെങ്കിൽ സാധാരണ നമ്മുടെ അരിയെ കാട്ടി ഒരു നീളം കൂടിയതാണ്. കാരണം ബസുമതി എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ പറഞ്ഞ ഒരു ക്യൂനാണ് അവൾ. നമ്മൾ പറയാറില്ലേ സാധാരണ മഹിഷ്മതി സാമ്രാജ്യത്തിലെ എന്നൊക്കെ പറയില്ലേ മോനെ? മഹിഷ്മതി സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരത്തിന്റെ പ്രതീതിയാണ്. അതുപോലെ ബസുമതി സാമ്രാജ്യം എന്ന് ഓർത്തോണം. അതായത് കൊട്ടാരത്തിന്റെ പ്രതീതി വരുമ്പോൾ റാണിയാണ് അവൾ. അതായത് ദ ക്യൂൻ ഓഫ് റൈസ് സീഡ്സ് അല്ലെങ്കിൽ നെല്ലിനങ്ങളുടെ റാണി, നെൽവിത്തിനത്തിന്റെ റാണി എന്നൊക്കെയാണ് പറയുന്നത്. നെൽവിത്തിനത്തിന്റെ റാണി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ബസുമതിയാണ്. ബസുമതിക്ക് നമ്മൾ പറഞ്ഞു, ബസുമതിക്ക് നമ്മുടെ സാധാരണ അരിയെ പോലെയല്ല, നീളം കൂടിയതാണ്. നീളമുള്ള അരിയാണ്, നീളം കൂടിയ നെല്ലിനം തന്നെയാണ് നമ്മുടെ ബസുമതി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയുടെ ടെസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 24 ഗ്രാമാണ്. ഈ ടെസ്റ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ അരിമണിയിൽ ഓരോ ധാന്യം എടുത്ത് അങ്ങനെ 1000 ധാന്യം എടുക്കുന്നതാണ് ഒരു ടെസ്റ്റ് വെയിറ്റ് കണക്കാക്കുന്നത്. 1000 ധാന്യമാണ് ഒരു ടെസ്റ്റ് വെയിറ്റ്. അപ്പൊ 1000 ധാന്യമണികളുടെ ഭാരമാണ് ഒരു ടെസ്റ്റ് വെയിറ്റ്. അങ്ങനെ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന അരി 1000 ധാന്യമണികൾ ഒരു ടെസ്റ്റ് വെയിറ്റ് നമ്മുടെ സാധാരണ അരിക്ക് 24 ഗ്രാമാണ്. പക്ഷെ ഈ റാണിയായ ബസുമതിക്ക് 21 ഗ്രാമാണ് ടെസ്റ്റ് വെയിറ്റ്. മറക്കരുത്. അപ്പോ ക്യൂൻ എന്ന് വിളിക്കുന്ന നമ്മുടെ നെൽവിത്തിനങ്ങളുടെ റാണിയായ ബസുമതിയുടെ ടെസ്റ്റ് വെയിറ്റ് എത്രയെന്ന് ചോദിച്ചാൽ 21 ഗ്രാമാണ്. സാധാരണ റെഗുലർ റൈസിന്റെ സാധാരണ നെല്ലിനങ്ങളുടെ ടെസ്റ്റ് വെയിറ്റ് നമ്മുടെ 24 ഗ്രാമാണ്. മാത്രമല്ല ഈ നമ്മുടെ ബസുമതി നീളം കൂടിയതാണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാം നല്ല മണവും സ്വാദും എല്ലാം ഉണ്ട് നമ്മുടെ ബസുമതി റൈസിന്. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ കൃഷി ചെയ്തു വരുന്നുണ്ട്. നമ്മുടെ ഈ ബസുമതിക്ക് 2023-24 സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് റൈസ് ഇൻ ദ ഫുഡ് ആൻഡ് ട്രാവൽ ഗൈഡ് ടേസ്റ്റ് അറ്റ്ലസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് ട്രാവൽ ഗൈഡ് ടേസ്റ്റ് അറ്റ്ലസ് അവാർഡ് 2023-24 നമ്മുടെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അരി നമ്മുടെ ബസുമതി തന്നെയാണ്. 2023-24 സെക്കൻഡ് കിട്ടിയത് ഇറ്റലിയിലാണ്, അർബോറിയോ ഇറ്റലിയിലാണ്. തേർഡ് കിട്ടിയത് പോർച്ചുഗലിലാണ്, കരോലിനയ്ക്കാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തതാണ് ഞവര. കണ്ടോ, ഞവര എന്ന് പറഞ്ഞാല് ഇതൊരു പ്രത്യേക ഔഷധ നെല്ലിനമാണ് ഞവര. 60 ദിവസത്തിനുള്ളിൽ പാകമാകും. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ ഈ ഞവര കഷായം, ഞവര കഷായം, ഇതെല്ലാം ഔഷധമാണല്ലോ നമ്മൾ ആയുർവേദത്തിലൊക്കെ. അപ്പം ഇതിന് പൊതുവെ ആയുർവേദ നെല്ലിനും അല്ലെങ്കിൽ ആയുർവേദ ഔഷധ നെല്ലിനുമാണ് ഞവര. ഞവരയെ സംസ്കൃതത്തിൽ ഷാഷ്ടികം എന്നാണ് വിളിക്കുന്നത്. ഞവരയെ സംസ്കൃതത്തിൽ ഷാഷ്ടികം എന്നറിയപ്പെടുന്ന നെല്ലിനും ഔഷധ നെല്ലിനും ഏതെന്ന് ചോദിച്ചാൽ അത് ഞവര തന്നെയാണ്. ഞവരയ്ക്ക് പല വകഭേദമുണ്ട്. ഞവര, നവര, നമര, നഗര, പുഞ്ച, ഇങ്ങനെ ഒരുപാട് വകഭേദമുണ്ട്. ഞവരയുടെ പല വകഭേദമാണ് നമര, നഗര, നവര,
നഗര പുഞ്ചയൊക്കെ ഞവരയുടെ പല വകഭേദമാണ്. ഇതിനെ നമ്മൾ സാധാരണ ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ഗ്ലോബൽ സോയിൽ ഇൻഡെക്സ് അവാർഡൊക്കെ നേടിയിട്ടുണ്ട് കേട്ടോ. ഞവരയ്ക്ക് ഗ്ലോബൽ സോയിൽ ഇൻഡെക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. 60 ദിവസം മതി പാകമാകാൻ. ഇത് ആയുർവേദ നെല്ലിനമാണ്, വെറൈറ്റി ആയുർവേദ ഔഷധ നെല്ലിനമാണ്. പ്രത്യേകത ഇത് ഞാൻ അതായത് ഇപ്പൊ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളെയൊക്കെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള പ്രോട്ടീൻ്റെ അംശവും ജീൻസൊക്കെ ജീനുകളൊക്കെ ഇതിലുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഒരു നെല്ലിനം തന്നെയാണ് ഞവര അല്ലെങ്കിൽ നവര എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേക കളർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനം ഞവര 2 ടൈപ്പ് ഉണ്ട്. കറുപ്പിനുമുണ്ട്, സ്വർണ്ണ കളറുമുണ്ട്, ഗോൾഡിനുമുണ്ട്. കറുപ്പിനത്തിലുമുണ്ട്, ഗോൾഡിനത്തിലുണ്ട്. അതിൽ ഏറ്റവും ആരോഗ്യകരമായ ഔഷധ ഞവര നെല്ലിനം നമ്മുടെ ബ്ലാക്ക് ഇനത്തിലുള്ളതാണ്. അപ്പം സുവർണ്ണ നിറത്തിലുമുണ്ട്, ഗോൾഡൻ കളറിലും ഗോൾഡ് കളറിലും ഉണ്ട്, നമ്മുടെ ബ്ലാക്ക് കളിലുണ്ട് ഇത് ഞവര. സ്വർണ്ണ കളറിലും ഉണ്ട്, നമ്മുടെ കറുപ്പിനത്തിലും ഉണ്ട്, ഒരു ഗോൾഡ് കളറിലും ഏതുണ്ട് നമ്മുടെ ഞവര ഉണ്ടെങ്കിലും ഏറ്റവും ഔഷധകരമായ ഹെൽത്തിയസ്റ്റ് ആരോഗ്യകരമായ ഔഷധ ഞവര നെല്ലിനും ഏതെന്ന് ചോദിച്ചാൽ അത് കറുപ്പിനത്തിലുള്ളതാണ്. വ്യക്തമല്ലേ? അടുത്തതാണ് ജീരകശാല, ഗന്ധകശാല. കേൾക്കുമ്പോഴേ അറിയാം കേട്ടോ. ഗന്ധകശാല, ഗന്ധം, മണം, അതായത് സുഗന്ധ നെല്ലിനങ്ങളാണ്. സുഗന്ധ നെല്ലിനങ്ങൾക്ക് ഉദാഹരണമാണ് ജീരകശാലയും ഗന്ധകശാലയും. സുഗന്ധ നെല്ലിനങ്ങൾ തന്നെയാണ് ജീരകശാലയും ഗന്ധകശാലയും, മറന്നേ പോകരുത്. ഏറ്റവും പ്രധാനം ഇതെല്ലാം സുഗന്ധ നെല്ലിനങ്ങൾ. നമ്മൾ ഫ്രാഗ്രന്റ് റൈസ് വെറൈറ്റീസ് എന്നാണ് പറയുന്നത്. ഫ്രാഗ്രന്റ് റൈസ് സുഗന്ധ നെല്ലിനങ്ങളാണ്. ഇതില് സുഗന്ധ നെല്ലിനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ജില്ല വയനാട് തന്നെയാണ്. വയനാട്, കാരണം വയനാട് ജില്ലയിലെ തിരുനെല്ലി വയനാട്, തിരുനെല്ലി, ചെക്കാടി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലാണ് ഈ സുഗന്ധ നെല്ലിനങ്ങൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. വയനാട് ജില്ലയാണ് സുഗന്ധ നെല്ലിനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അവിടെ സുഗന്ധ നെല്ലിനത്തിൽ മുന്നിൽ നിൽക്കുന്ന വയനാട് ജില്ലയിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ ഈ പറഞ്ഞ ജീരകശാലയും ഗന്ധകശാലയൊക്കെ കൂടുതൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തിരുനെല്ലി വയനാട്, അതുപോലെ തന്നെ ചെക്കാടി വയനാട്, ഇതെല്ലാം നമ്മുടെ സുഗന്ധ നെല്ലിനങ്ങൾക്ക് പേരുകേട്ട പ്രദേശങ്ങൾ തന്നെയാണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനം ഗന്ധകശാല, ചന്ദനത്തിന്റെ മണമുള്ള ഒരു നെല്ലിനമാണ് കേട്ടോ. ചന്ദന മണമുള്ള, നമ്മുടെ ചന്ദനമില്ലേ, ചന്ദനത്തിന്റെ മണമുള്ള സുഗന്ധ നെല്ലിനം ചോദിച്ചാൽ ഗന്ധകശാല തന്നെയാണ്. പിന്നെ മറ്റു ഒരുപാട് സുഗന്ധ നെല്ലിനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഭൗമസൂചിക ലഭിച്ച 2 സുഗന്ധ നെല്ലിനങ്ങൾ തന്നെയാണ് വയനാടൻ ഗന്ധകശാലയും വയനാടൻ ജീരകശാലയും. അതുകൂടാതെ സുഗന്ധ നെല്ലിനത്തിൽ പെടുന്നതാണ് ചെന്നെല്ലി. ഇപ്പൊ ചെന്നെല്ലി, കവുങ്ങിൻ പൂത്താല നമ്മൾ പറഞ്ഞു, കവുങ്ങിൻ പൂത്താല, അതുപോലെ തന്നെ നമ്മുടെ കറുത്ത ചെമ്പാവ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് എരുമക്കാരി, കുഞ്ഞിനെല്ല് എന്നാണ്. കുഞ്ഞുള്ള എന്നല്ല, കുഞ്ഞിനെല്ലാണ്. അപ്പൊ നമ്മള് ജീരകശാല, ഗന്ധകശാല, നമ്മൾ പലതും ഗന്ധകശാലയ്ക്ക് ചന്ദനത്തിന്റെ മണമാണെന്ന് പറഞ്ഞു. അത് കൂടാതെ വെറൈറ്റി കുറച്ച് സുഗന്ധ നെല്ലിനങ്ങളുണ്ട്. ഇപ്പൊ ചെന്നെല്ല്, കവുങ്ങിൻ പൂത്താല, കറുത്ത ചെമ്പാവ്, കുഞ്ഞിനെല്ലാണ് കേട്ടോ, കുഞ്ഞിനെല്ല്. നെല്ല്, എരുമക്കാരി കണ്ടോ, എരുമക്കാരി നമ്മൾ നെല്ലെന്ന് വിചാരിക്കുക കണ്ടോ. എരുമക്കാരിയൊക്കെ നെല്ലിനമാണ് കേട്ടോ, ഓർത്തോണം, എരുമക്കാരിയൊക്കെ നെല്ലിനമാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട വെറൈറ്റി സുഗന്ധ നെല്ലിനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ മങ്കൊമ്പില്ലേ, നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രമായ MS സ്വാമിനാഥന്റെ പേരിൽ അറിയപ്പെടുന്ന മങ്കൊമ്പ്, അവര് പുറത്തിറക്കിയ അവിടുന്ന്, അതായത് മങ്കൊമ്പ് റിസർച്ച് സെന്ററിൽ നിന്ന് എടുത്തതാണ് KAU പൗർണമിയും കാർത്തികയും. KAU പൗർണമി, കാർത്തികയൊക്കെ മങ്കൊമ്പ് പുറത്തിറക്കിയ നെല്ലിനങ്ങളാണ്. KAU പൗർണമി റൈസ് എന്ന് പറയുന്നത് കുട്ടനാട് കുട്ടനാടിന് വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്താണ്. KAU പൗർണമി. കാർത്തിക എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് റൈസ് വെറൈറ്റി തന്നെയാണ് കാർത്തിക. അടുത്ത IR8 എന്ന് പറയുന്നത് മിറാക്കിൾ റൈസ് ആണ്. അത്ഭുത നെല്ലെന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത്ഭുത നെല്ല് അല്ലെങ്കിൽ മിറാക്കിൾ റൈസ് ആണ് IR8 എന്ന് പറയുന്നത്. ഇതും നമ്മുടെ ഇവിടെ ഫിലിപ്പൈൻസ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മുടെ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിപ്പൈൻസിലെ മനില, അവിടെ പുറത്തിറക്കിയതാണ് IR8 എന്ന് പറയുന്നത്. ഇത് അത്ഭുത നെല്ല് അല്ലെങ്കിൽ മിറാക്കിൾ റൈസ് എന്ന് പറയാൻ കാരണം ഇതെന്ന് പറഞ്ഞാൽ വരൾച്ചക്കാലത്തേക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന, നമ്മുടെ വരൾച്ചക്കാലത്തേക്ക് അതിജീവിക്കാൻ കഴിയുന്ന ഒരു നെല്ലിനം തന്നെയാണ് IR8 എന്ന് പറയുന്നത്. ഇത് സാധാരണ നമ്മുടെ ഒരു പാടത്ത് നിന്ന്, നമ്മളൊരു വയൽപ്പാടമില്ലേ, നെൽപ്പാടത്ത് നിന്ന് സാധാരണ നമുക്ക് 1 മുതൽ 2 ടൺ വരെ വിളവ് കിട്ടുമെങ്കിൽ IR8 എന്ന് പറയുന്നത് അതിന്റെ ഇരട്ടിയാണ്. അതായത് 4 മുതൽ 5 ടൺ വരെ വിളവ് കിട്ടും IR8ന്. അതായത് കാരണം വരൾച്ചക്കാലത്തെ അതിജീവിക്കാൻ കഴിവുള്ള അത്ഭുത നെല്ലാണ് നമ്മൾ IR8 എന്ന് പറയുന്നത്. സാധാരണ ഒരു നെൽപ്പാടത്ത് നിന്ന് നമുക്ക് 1 മുതൽ 2 ടൺ വരെ വിളവ് കിട്ടുമെങ്കിൽ നമ്മുടെ IR8ന് 4 മുതൽ 5 മടങ്ങ് ടൺ വിളവ് കിട്ടുന്ന ഒരു നെല്ലിനം തന്നെയാണ്. മാത്രമല്ല ഇത് ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട
ഇത് ഇത്രയും നമ്മൾ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളിൽ പഠിക്കുന്ന വെറൈറ്റി നെല്ലിനങ്ങളാണ്. തീർന്നില്ല. നെല്ലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് ബ്ലാസ്റ്റ് രോഗം നെല്ലിനെ ബാധിക്കുന്നു. ബ്ലൈറ്റ് രോഗം, ബാക്ടീരിയൽ ബ്ലൈറ്റും ബ്ലാസ്റ്റും പീസ് റിപ്പീറ്റഡ് ചോദ്യമാണ്. ബാക്ടീരിയൽ ബ്ലൈറ്റ് എന്ന രോഗം ബാധിക്കുന്ന വിളയും ബ്ലാസ്റ്റ് വൈറസ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഏതിനെ ബാധിക്കുന്നതാണ്? നെല്ലിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇലപ്പുള്ളി രോഗമുണ്ട്, അതുപോലെ തന്നെ പോളരോഗമുണ്ട്. പോളരോഗം കണ്ടോ, പോളരോഗം എല്ലാം നമ്മുടെ നെല്ലിനെ ബാധിക്കുന്നതാണ്. പോളരോഗം, പുള്ളിക്കുത്തു രോഗം, ഇതെല്ലാം നമ്മുടെ ബ്ലാസ്റ്റ് രോഗം, ബ്ലൈറ്റ് രോഗം, ഇതെല്ലാം നമ്മുടെ ഏതിനെ ബാധിക്കുന്നത്? നമ്മുടെ നെല്ലിനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ട ഗലാസ ഗ്രൂപ്പ്, ഈ ഗലാസ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ അഗ്രികൾച്ചറൽ സ്കീമിൽ, അതായത് കേരളത്തില് വേറൊന്നുമില്ല, കേരളത്തിലെ നെല്ലുൽപാദനം കൂട്ടുന്നതിന് വേണ്ടി കൊണ്ടുവന്ന, കേരളത്തിൽ നെല്ലുൽപാദനം കൂട്ടുന്നതിന് വേണ്ടി നമ്മുടെ പാലക്കാടല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, പാലക്കാട് ഡിസ്ട്രിക്ട് പഞ്ചായത്തുമായിട്ട് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള 1989 വന്ന ഒരു സ്കീമാണ് ഗലാസ എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? റൈസ് പ്രൊഡക്ഷന് വേണ്ടി, അതായത് നമുക്ക് കർഷകരെ എന്താണ് ഇതിലോട്ട് കൃഷിയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയും നമ്മൾ എന്താണ് ഇൻക്രീസ് ചെയ്യാൻ, റൈസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനും ഒക്കെ വേണ്ടിയും നമ്മുടെ പാലക്കാട് ജില്ലാ പഞ്ചായത്തുമായിട്ട് സർക്കാർ പ്രവർത്തിക്കുന്ന ഒരു സ്കീം കൊണ്ടുവന്നു. അതാണ് ഗലാസ ഗ്രൂപ്പ്. അപ്രോച്ച് ഫോർ ലോക്കലി അഡാപ്റ്റഡ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ സ്കീമാണ് ഗലാസ എന്ന് പറയുന്നത്. എത്രയും മാത്രം അറിഞ്ഞാൽ മതി. ഇനി വെറൈറ്റി നെല്ലിനങ്ങളാണ്, സങ്കര ഇനങ്ങളാണ് നമ്മൾ പറയുന്നത്. വെറൈറ്റി സങ്കര ഇനങ്ങൾ നമുക്കറിയാം, PS റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങളാണ്. പവിത്രയുണ്ട്, പവിഴമുണ്ട്, പഞ്ചമി, പൗർണമി, കണ്ട പ്രത്യാശ, അക്ഷയ, ഞാൻ എല്ലാം തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓർത്തു വെക്കണം. പവിത്ര ഓർത്തണം, പവിഴം റൈസ്, നമ്മുടെ പവിഴം ഓർത്തോണം. പിന്നെ ഞാൻ പറയുന്നതെല്ലാം ഓർത്തോണേ. പവിത്രം ഓർത്തോണം, പവിഴം ഓർത്തോണം. പിന്നെ അന്നപൂർണയുണ്ട്, അന്നപൂർണ, PS റിപ്പീറ്റഡ് ചോദ്യമാണ്. അന്നപൂർണ ഓർത്തോണം. വൈശാഖ്, ജൈവ, ഇത് ഇത്രയും പ്രധാനമായിട്ട് ഓർത്തിരിക്കണേ. കുറെ എല്ലാ നെല്ലിനവും ഞാൻ തന്നിട്ടുണ്ട്. പവിത്ര, പവിഴം, പഞ്ചമി, പൗർണമി, പ്രത്യാശ, അക്ഷയ, അശ്വതി, അന്നപൂർണ, ആശ, അരുണ, അമൃത, ലാവണ്യ, സാഗര, സ്വർണപ്രഭ, സുപ്രിയ, രേവതി, രഞ്ജിനി, രോഹിണി, രമണിക, കനകം, കാർത്തിക, കരുണ, കാഞ്ചന, കൃഷ്ണാഞ്ജന, ജ്യോതി, മകം, ഉമ, ജൈവ, വൈശാഖ്, മനുപ്രിയ, മനുവർണ, രമ്യ. ഇതെല്ലാം വെറൈറ്റി എന്താണ് സങ്കര ഇനങ്ങളാണ്, നെല്ലിന്റെ സങ്കര ഇനങ്ങളാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ചെറുവയൽ രാമൻ ഫേമസ് ആണ്, പത്രത്തിലൊക്കെ വന്നിട്ടുള്ള ആളാണ്. ചെറുവയൽ രാമൻ എന്ന് പറയുന്നത് റൈസ് ഫാമർ ഇൻ വയനാട്. നമ്മൾ വയനാട് നെൽകൃഷിയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ചെറുവയൽ രാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വിളിക്കുന്നത് ഗാർഡിയൻ ഓഫ് നേറ്റീവ് പാഡി, നെല്ലച്ചൻ എന്നാണ് വിളിക്കുന്നത്. നെല്ലച്ചൻ എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുന്നത്. കേരളത്തിന്റെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്നതാണ് ചെറുവയൽ രാമൻ. അദ്ദേഹം 55 വെറൈറ്റി നെൽകൃഷി രീതികളാണ് വയനാട് അദ്ദേഹം ചെയ്യുന്നത്. 55 വെറൈറ്റി നെൽകൃഷി രീതികൾ. അദ്ദേഹത്തിന് PK കാളൻ അവാർഡൊക്കെ 2022 കിട്ടി. 2023 പത്മശ്രീ കൊടുത്തു. നമ്മുടെ നെല്ലച്ചൻ കണ്ട ഒരു സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നു, ഭയങ്കര ആളാണ് കേട്ടോ നെല്ലച്ചൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് 2023 കിട്ടി. 2022 PK കാളൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ്, നമ്മുടെ വ്യോസേവന പുരസ്കാരം 2023 ലൈഫ് ടൈം കോൺട്രിബ്യൂഷൻ അവാർഡ് അറ്റ് വ്യോസേവന പുരസ്കാർ 2023 ഒക്കെ നേടിയ ആളാണ് നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമൻ. അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സത്യനാരായണ ബെല്ലേരി എന്നാണ് പറയുന്നത്. സത്യനാരായണ ബെല്ലേരി, ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് റൈസ് ഫാമർ. ഇദ്ദേഹം കാസർഗോഡ് ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കർഷകൻ തന്നെയാണ് സത്യനാരായണ ബെല്ലേരി എന്ന് പറയുന്നത്. ഇദ്ദേഹം ഹി ഹാസ് ബീൻ കൺസർവിംഗ് 650 ഓഡ് റൈസ് വെറൈറ്റി സിൻസ് 650 വെറൈറ്റി രീതിയിലുള്ള എന്താണ് കൃഷി രീതികളെല്ലാം ഇത് അദ്ദേഹം 2008 മുതൽ ചെയ്തു വരുന്ന ഒരു ടീമാണ്. വെറൈറ്റി കൃഷി രീതികളാണ് ഇദ്ദേഹം ചെയ്തു വരുന്നത്. അദ്ദേഹത്തിനെ വിളിക്കുന്നത് നോൺ ആസ് ദ പാഡി ജീനി ബാങ്ക് കൺസർവേറ്റർ എന്നാണ്. കാരണം പാഡി ജീനി ബാങ്ക് കൺസർവേറ്റർ എന്നാണ്. ഇദ്ദേഹത്തിന് പത്മശ്രീ 2024 ലഭിച്ചിട്ടുണ്ട്. സത്യനാരായണ ബെല്ലേരി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് പ്ലാന്റ് ജിനോം സർവേയർ ഫാർമർ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തതാണ് തെങ്ങ്. നെല്ല് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് നമ്മുടെ തെങ്ങെന്ന് പറയുന്നത്. തെങ്ങെന്ന് പറയുമ്പോഴേ ഒരു നാണ്യ വിളയാണ്, ക്യാഷ് ക്രോപ്പാണ് തെങ്ങെന്ന് പറയുന്നത് അല്ലെ. ക്യാഷ് ക്രോപ്പാണ് തെങ്ങെന്ന് പറയുന്നത്.
നമുക്കറിയാം നമ്മുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. നമ്മുടെ സംസ്ഥാന വൃക്ഷം തെങ്ങാണ്. കേരങ്ങളുടെ നാടാണ് നമ്മുടെ കേരളം, അല്ലെ? കേരള ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് കോക്കനട്ട് നമുക്കറിയാം. നമുക്ക് നമ്മുടെ മാത്രം സംസ്ഥാന വൃക്ഷമല്ല, ഗോവയുടെയും മാലദ്വീപ്സിന്റെയൊക്കെ ഔദ്യോഗിക വൃക്ഷം നമ്മുടെ തെങ്ങ് തന്നെയാണ്. ഗോവ, മാലിദ്വീപ്സിന്റെയൊക്കെ ഔദ്യോഗിക വൃക്ഷം തെങ്ങ് തന്നെയാണ്. മാത്രമല്ല 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നാണ് നമ്മുടെ തെങ്ങിനെ വിളിക്കുന്നത്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്ന് വിളിക്കുന്നത് നമ്മുടെ തെങ്ങിനെയാണ്. മറന്നേ പോകരുത്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫറ. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കോക്കസ് ന്യൂസിഫറ. ഒരു തെങ്ങിന്റെ ശരാശരി ആയുസ് അല്ലെങ്കിൽ ഒരു തെങ്ങിന്റെ ശരാശരി കാലയളവ് എന്ന് പറയുന്നത് 90 വർഷം വരെയാണ്. ഒരു തെങ്ങിന്റെ ശരാശരി കാലയളവ് 90 വർഷം വരെയാണ്. ഒരു തെങ്ങിന്റെ ശരാശരി കാലയളവ് 90 വർഷമാണ്. അതിൽ നമ്മുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല ഇപ്പൊ കോഴിക്കോടാണ്. 2ാം സ്ഥാനം മലപ്പുറമാണ്. നാളികേരത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോട്. അതായത് കേരളത്തിൽ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു നാണ്യവിള തന്നെയാണ് നമ്മുടെ തെങ്ങ് എന്ന് പറയുന്നത് കേട്ടോ. വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഹെക്ടർ പ്ലേസിലെ ചെയ്യുന്ന ഒരു നാണ്യവിള തന്നെയാണ് തെങ്ങെന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രദേശത്താണ് കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും ഏത് തന്നെയാണ്? നമ്മുടെ തെങ്ങ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദനത്തിൽ ഇപ്പോൾ മുന്നിൽ കോഴിക്കോട് ജില്ലയാണ്. 2ാം സ്ഥാനം മലപ്പുറമാണ്. എന്നാൽ കേരളത്തിൽ ഒരു ബയോ കോക്കനട്ട് പാർക്കുണ്ട്. കേരളത്തിലെ ബയോ കോക്കനട്ട് പാർക്ക് കോഴിക്കോട് കുറ്റ്യാടിയിലാണ്. മറക്കുകയും ചെയ്യരുത്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാന വൃക്ഷം തെങ്ങാണെങ്കിൽ നമ്മുടെ പാനീയം ഏതാണ്? നമ്മുടെ സംസ്ഥാന പാനീയം നമ്മുടെ കരിക്കൻ വെള്ളം, ഇളനീരാണ് കേട്ടോ. കരിക്കൻ വെള്ളം അല്ലെങ്കിൽ ഇളനീരാണ്. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ആണ്, മറന്നുപോകരുത്. അതുപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് ഹോർത്തൂസ് മലബാറിക്കസ്, അല്ലെ? അതായത് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിൽ ആദ്യം പരാമർശിച്ചിരിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് നമ്മുടെ തെങ്ങ് തന്നെയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് നമ്മുടെ ഡച്ചുകാരുടെ ലാറ്റിൻ ഭാഷയിൽ കൊണ്ടുവന്ന ഹോർത്തൂസ് മലബാറിക്കസ്, അതിൽ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന വൃക്ഷം തെങ്ങ് തന്നെയാണ്. മറന്നേ പോകരുത്. അതിൽ തെങ്ങിൻ കൊട്ടാരം, അല്ലെ? തെങ്ങിൻ കൊട്ടാരം എവിടെയാണ്? നമ്മുടെ മനില, ഫിലിപ്പീൻസ് ആണ്. കോക്കനട്ട് പാലസ്, തെങ്ങിൻ കൊട്ടാരം നമ്മുടെ മനില, ഫിലിപ്പീൻസ് തന്നെയാണ്. അത് മാത്രമല്ല, മനില എന്താണ്? ക്യാപിറ്റൽ ഓഫ് ദ ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമാണ് മനില എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടുതലും ഈ തെങ്ങ് കൃഷി അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് കൾട്ടിവേഷൻ, തെങ്ങ് കൃഷി ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഉപ്പ് രസമുള്ള മണ്ണ്, അല്ലെ? നമ്മുടെ തീരപ്രദേശത്തെ എക്കൽ മണ്ണ്, തീരദേശത്ത് ഉപ്പ് രസമുള്ള മണ്ണിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷിക്ക് ഫേമസ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് നമ്മുടെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മാമം എന്ന് പറയും. മറക്കരുത്, ഇന്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസിംഗ് കോംപ്ലക്സ് എവിടെയെന്ന് ചോദിച്ചാൽ മാമം, ആറ്റിങ്ങൽ. വ്യക്തമല്ലേ? തെങ്ങിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്, അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ് കേരഗ്രാമം. അത് വേറല്ല, കേര എന്ന് പറയുമ്പോൾ തെങ്ങാണ്, നാളികേരം. അപ്പോൾ നമ്മുടെ നാളികേരത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മുടെ കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നതാണ് കേരഗ്രാമം എന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി കോക്കനട്ടുകളുണ്ട്. ഇപ്പൊ മലയൻ ഡോഫ്, PSC ചോദിച്ചാൽ ഡോഫ്. കാരണം നമ്മൾ സാധാരണ പൊക്കമുള്ള തെങ്ങിനുമുണ്ട്, പൊക്കം കുറഞ്ഞ തെങ്ങിനുമുണ്ട്, അല്ലെ? നമ്മൾ കാണുന്ന തെങ്ങെല്ലാം പൊക്കമുണ്ട്, എന്നാൽ പൊക്കമുള്ളവയുണ്ട്, പൊക്കം കുറഞ്ഞവ ഡോഫ് ഇനത്തിൽ പെട്ടതുകൊണ്ട്. അപ്പൊ വെറൈറ്റി ഓഫ് കോക്കനട്ടില് മലയൻ ഡോഫ് ഇനത്തിൽ പെട്ടതാണ്. കൊച്ചിൻ ചൈന തെങ്ങാണ്. കൊച്ചിൻ ചൈന PSC ചോദിച്ചു. ലക്ഷദ്വീപ് മൈക്രോ, അത് ലക്ഷദ്വീപ് ഓർഡിനറി, ഇതെല്ലാം നമ്മുടെ തെങ്ങിനത്തിൽ പെട്ടത് തന്നെയാണ്. അതില് ഡോഫ് ഇനത്തിൽ കുള്ളൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ തെങ്ങിനങ്ങളിൽ വരുന്ന ചാവക്കാട് ഓറഞ്ച് ഉണ്ട്, ചാവക്കാട് ഗ്രീൻ പച്ചക്കുള്ളൻ, ഗംഗാബോധം, ഇതെല്ലാം കുള്ളൻ ടൈപ്പിലാണ്. അതായത് പൊക്കം കുറഞ്ഞ തെങ്ങിനങ്ങൾക്ക് ഉദാഹരണമാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാബോധം എന്നൊക്കെ പറയുന്നത്. ഇനി പൊക്കമുള്ള തെങ്ങിനങ്ങളിൽ ഓൾറെഡി ഒരു ടോൾ അതിൽ കാണും. വെസ്റ്റ് കോസ്റ്റ് ടോൾ ഉണ്ട്, ഈസ്റ്റ് കോസ്റ്റ് ടോൾ ഉണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറി ഒക്കെ പൊക്കം കൂടിയ തെങ്ങിനങ്ങളാണ്. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതെല്ലാം പൊക്കം കൂടിയ തെങ്ങിനങ്ങളാണ്. വ്യക്തമല്ലേ? ഇനി തെങ്ങിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ നമുക്ക് നോക്കാം. തെങ്ങിന്റെ പ്രധാനപ്പെട്ട സങ്കര ഇനങ്ങൾ ചന്ദ്രലക്ഷ എന്നത് തെങ്ങിനുമാണ്. ചന്ദ്രലക്ഷ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ചന്ദ്രലക്ഷ ആ പേര് കണ്ടോ? ചന്ദ്ര എന്ന് പറഞ്ഞാൽ ചാവക്കാട് ഓറഞ്ച് എന്ന് ഓർക്കുക. ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഡോഫ് ഇനത്തിൽ വരുന്നതാണ്. അതായത് പൊക്കം കുറഞ്ഞ തെങ്ങിനമായ ചാവക്കാട് ഓറഞ്ചും പൊക്കം കൂടിയ തെങ്ങിനമായ ലക്ഷദ്വീപ് ഓർഡിനറിയും കൂടെ സംഗ്രഹിച്ചുണ്ടായ തെങ്ങിനമാണ് ചന്ദ്രലക്ഷ. അതായത് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ചാവക്കാട് ഓറഞ്ച്, T ഇൻറ്റു D, അതാണ് ചന്ദ്രലക്ഷ. എന്നാൽ ചന്ദ്രസങ്കരയുണ്ട്. ചന്ദ്രസങ്കരയും ചാവക്കാട് ഓറഞ്ചാണ്. എന്നാൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ, പൊക്കം കൂടിയ തെങ്ങിനമായ വെസ്റ്റ് കോസ്റ്റ് ടോളും അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ചും കൂടെ ചേർന്നാണ് ചന്ദ്രസങ്കര, D ഇൻറ്റു T, ഓർത്തോണേ. എന്നാൽ ലക്ഷഗംഗയുണ്ട്. ലക്ഷദ്വീപ് ഓർഡിനറി T വിഭാഗത്തിൽ വരുന്ന, ലക്ഷദ്വീപ് ഓർഡിനറി T എന്ന് പറഞ്ഞാൽ ടോൾ വിഭാഗത്തിൽ വരുന്നത്. ഗംഗാബോധം D വിഭാഗത്തിൽ ഡോഫ് ഇനത്തിൽ വരുന്നതും ചേർന്നതാണ് ലക്ഷഗംഗ വന്നത്. ഇതെല്ലാം പുറത്തിറക്കിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രമായ കുട്ലു കാസർഗോഡാണ്. ഇതെല്ലാം പുറത്തിറക്കി ഈ സങ്കര ഇനങ്ങളെല്ലാം
നമ്മുടെ ഏതൊക്കെയാണ് ചന്ദ്രലക്ഷയും ചന്ദ്രസങ്കരയും ലക്ഷഗംഗയും ഇതെല്ലാം പുറത്തിറക്കിയത് നമ്മുടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് ഇരിക്കുന്നത്? കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലെ കുട്ലു എന്ന സ്ഥലത്താണ്. അവരാണ് പുറത്തിറക്കിയത്. വ്യക്തമല്ലേ? അതുപോലെ തന്നെ കൽപ്പപ്രതിഭ. നമ്മുടെ കൽപ്പപ്രതിഭ എന്ന് കേൾക്കുമ്പോഴേ കൽപ്പവൃക്ഷം തെങ്ങാണ്. കൽപ്പപ്രതിഭ അതും നമ്മുടെ വെറൈറ്റി തെങ്ങിനും തന്നെയാണ്. നമ്മുടെ കൊപ്ര, നമ്മളെ ഉണക്കിയ കൊപ്രയൊക്കെ എടുക്കുന്ന ടെൻഡർ കോക്കനട്ട് വാട്ടറും കരിക്കൻ വെള്ളത്തിനും നല്ല ഉണക്കിയ കൊപ്രയൊക്കെ കൽപ്പ പ്രതിഭയാണ്. അതായത് കേരശ്രീ എന്ന് പറയുന്നത് കേരശ്രീ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന ഒരു തെങ്ങിനും തന്നെയാണ് കേരശ്രീ എന്ന് പറയുന്നത്. അത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് ടോളും മലയൻ യെല്ലോ ഡോഫും, അതായത് ടോൾ വിഭാഗത്തിൽപ്പെട്ട വെസ്റ്റ് കോസ്റ്റ് ടോളും ഡോഫ് ഇനത്തിൽപ്പെട്ട മലയൻ യെല്ലോ ഡോഫും ഒക്കെ ചേർത്ത് എടുത്ത ഇത് തന്നെയാണ് കേരശ്രീ എന്ന് പറയുന്ന തെങ്ങിനം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കേരളത്തിൽ വരുമാനം കേരശ്രീ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വരുമാനത്തിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏത് തെങ്ങിനത്തിലൂടെയെന്ന് ചോദിച്ചാൽ കേരശ്രീയിലൂടെയാണ്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം കാസർഗോഡ് നീലേശ്വരത്താണ്. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മനില ഫിലിപ്പൈൻസിൽ നിന്നും അടിച്ചു വെക്കരുത്. ലോകത്തിലെ ആദ്യത്തെ സങ്കരയിനം തെങ്ങിൻ തോട്ടം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്താണ്. ഇനി നമ്മുടെ തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്? അതായത് തെങ്ങിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട, ഇപ്പം നമുക്കറിയാം തെങ്ങിന്റെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ എന്ന് പറയുന്നത് തെങ്ങോലകൾ മഞ്ഞളിക്കാനും തെങ്ങിന്റെ മഞ്ഞളിപ്പിനും കാരണം PSC ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ തെങ്ങിന്റെ ഓലയൊക്കെ ഒരുമാതിരി മഞ്ഞളിച്ച് പോകുന്ന കാണാലോ. അപ്പൊ ഇതിന് കാരണം നൈട്രജന്റെ അഭാവം മൂലമാണ്. നൈട്രജൻ ഡെഫിഷ്യൻസി കൊണ്ടാണ്. നൈട്രജന്റെ അഭാവം മൂലമാണ് തെങ്ങോലകൾ മഞ്ഞളിച്ച് തെങ്ങിന്റെ മഞ്ഞളിപ്പിനൊക്കെ കാരണം. ഇതുമൂലം ഓലച്ചീയൽ എന്നൊരു അസുഖം ഉണ്ടാവും. ഓലച്ചീയൽ, ലീഫ് റൂട്ട്, ഓലച്ചീയൽ, കണ്ട ബഡ് റൂട്ട്, അതായത് നമ്മുടെ ഓലച്ചീയൽ, കൂമ്പുചീയൽ ഇതെല്ലാം നമ്മുടെ തെങ്ങിനുണ്ടാകുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ തഞ്ചാവൂർ വാട്ടം ഇതെല്ലാം തെങ്ങിനുണ്ടാകുന്ന രോഗം തന്നെയാണ്. മണ്ടരി എന്ന വൈറസ്, ഓർക്കുക, മണ്ടരി എന്ന വൈറസ് എല്ലാം തെങ്ങിനുണ്ടാകുന്നതാണ്. മണ്ടരി, കാറ്റുവീഴ്ച രോഗം, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ് കാറ്റുവീഴ്ച. ഇതെല്ലാം നമ്മുടെ തെങ്ങിനുണ്ടാകുന്ന രോഗം തന്നെയാണ്. മറന്നേ പോകരുത്. വ്യക്തമല്ലേ? ഹൈ ഈൽഡിംഗ് ഹൈബ്രിഡ് കോക്കനട്ട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന തെങ്ങിന്റെ വെറൈറ്റീസ് ആണ് ലക്ഷഗംഗ, കേരശ്രീ, കേരസാഗര, കേരസൗഭാഗ്യ, കേരഗംഗ, കേര വരുന്ന എല്ലാം തെങ്ങാണെന്ന് കുട്ടികൾക്ക് കിട്ടും. കേരമധുര, കൽപ്പവൃക്ഷ, നീലേശ്വരം ഡോഫ്, ആനന്ദഗംഗ, ചാവക്കാട് ഡോഫ് ആൻഡ് മലയൻ ഡോഫ് ഇതെല്ലാം തെങ്ങിനത്തിന് പേര് കേട്ടതാണ്. ഇനി തെങ്ങിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, മണ്ടരി രോഗം തെങ്ങിനെ ബാധിക്കുന്നുണ്ട്. കാറ്റുവീഴ്ച, ഓർത്തോണെ, ബാക്ടീരിയ മൂലമാണ് കാറ്റുവീഴ്ച. മണ്ടരി, കാറ്റുവീഴ്ച, തഞ്ചാവൂർ വാട്ടം ഇതെല്ലാം നമ്മുടെ തെങ്ങിനെ ബാധിക്കുന്നത് തന്നെയാണ്. ഓർത്തോണെ. ഇനി നമ്മുടെ നാളികേര വികസന ബോർഡ് എവിടെയാണ് ഇരിക്കുന്നത്? കൊച്ചിയിലാണ്. നമ്മുടെ നാളികേര കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം നമ്മുടെ കൊച്ചി തന്നെയാണ്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയറിന്റെ കീഴിലാണ് നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഇരിക്കുന്നത്. 1981 നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഇരിക്കുന്ന കൊച്ചിയിലാണ്. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെയാണ്. ഈ നമ്മുടെ കോക്കനട്ട് ബോർഡ് വരുന്നത് കൊച്ചിയിലാണ് ആസ്ഥാനം ഇരിക്കുന്നത്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ഒരു ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ഒരു നിയമാനുസൃത സ്ഥാപനം തന്നെയാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത് 1981 ജാനുവരി 12 മുതലാണ്. ആസ്ഥാനം ഇരിക്കുന്നത് കൊച്ചി തന്നെയാണ്. ആസ്ഥാനം ഇരിക്കുന്നത് കൊച്ചിയാണ്. കൂടാതെ നമ്മുടെ മെയിൻ റീജിയണൽ ഓഫീസസ് ഉണ്ട്. ഇതിന്റെയൊക്കെ ബാംഗ്ലൂരിലുണ്ട്, കർണാടകയിൽ ബാംഗ്ലൂരിലുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാടുണ്ട്, ചെന്നൈയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗുവാഹത്തി, ആസാമിലെ ഗുവാഹത്തിയിലുണ്ട്, ബീഹാറിലെ പാറ്റ്നയിലൊക്കെ ഇതിന്റെ മെയിൻ റീജിയണൽ ഓഫീസസ് ഉണ്ട്. അതായത് കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ആസ്ഥാനം കൊച്ചി തന്നെയാണ്. കേരളത്തിൽ കൊച്ചി തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ കൂടാതെ മെയിൻ റീജിയണൽ ഓഫീസസ് എവിടെയൊക്കെയുണ്ട്? ബാംഗ്ലൂരുണ്ട്, ചെന്നൈ തമിഴ്നാടുണ്ട്, ആസാമിലെ ഗുവാഹത്തിയുണ്ട്, ബീഹാറിലെ പാറ്റ്നയിലുണ്ട്. വ്യക്തമല്ലേ? ദ ടെക്നോളജി ഡെവലപ്മെന്റ് സെന്റർ ഓഫ് ദ ഓയിൽ പാം ഡെവലപ്മെന്റ് ബോർഡ് ഇരിക്കുന്നത് വാഴക്കുളത്താണ്. അപ്പൊ ഓയിൽ പാം ഡെവലപ്മെന്റ് ബോർഡ് അതിരിക്കുന്നത് നമ്മുടെ വാഴക്കുളത്താണ്. അതിന്റെ ഫീൽഡ് ഓഫീസും നമ്മുടെ തിരുവനന്തപുരത്തുണ്ട്. ഓയിൽ പാമിന്റെ ഫീൽഡ് ഓഫീസുണ്ട്. അവർ പുറത്തിറക്കിയതാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ. ഇനി നമ്മുടെ കേര ഫെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേര കർഷക സഹകർമ്മ ഫെഡറേഷൻ. കേര ഫെഡ് 1987 വരുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് ഫാമേഴ്സ്, അതായത് കേരളത്തിലെ കർഷകർക്ക്, നാളികേര കർഷകരുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്. ഇതിന്റെ ആസ്ഥാനം, കേര ഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അപ്പൊ ഇത്രയും നമ്മൾ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ക്ലിയർ അല്ലേ?
താങ്ക് യു.